പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ 8 ദിവസങ്ങളിൽ ആയി ഇവിടെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവം അന്വേഷിക്കുകയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരാൻ വിധത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു ദൈവമാണ്, ജീവനുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് നാം കേൾക്കണം. ഇന്ന് രാത്രിയിൽ നാം അതിനോട് തുടർന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ മുമ്പേ ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം പഴയ നിയമത്തിൽ നിന്ന്, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. ഇത് രണ്ടും ചില ആളുകൾക്ക് നാട്ടിലാണ് തോന്നുന്നു കൂടുതലായി ഈ പോത്തിന് ചുവന്ന കൂടി കാണുന്ന പോലെ കാളയ്ക്ക് പോകാൻ പറ്റില്ല. കാരണം ഒരു കൂട്ടം ആളുകൾ പറയുന്നു പഴയ നിയമം പ്രസംഗിക്കേണ്ട, പുതിയ നിയമം മാത്രം മതി. ഇനി പഴയ നിയമം പ്രസംഗിക്കണമെന്ന് പറയുന്നവര് പറയാറുണ്ട് സങ്കീർത്തനത്തിന്റെ ആവശ്യമില്ലെന്ന്. ഞാൻ അതിനെക്കുറിച്ച് തർക്കിക്കാനല്ല ഞാൻ നിൽക്കുന്നത്. പഴയ നിയമത്തിന്റെ പ്രസക്തി എന്ന് പറഞ്ഞ് ഞാനൊരു CD ഇറക്കിയായിരുന്നു. അത് എത്ര പേരുടെ കയ്യിലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരെണ്ണം പോലും കൊണ്ടുവന്നിട്ടില്ല. ഒന്ന് കാണുന്ന നല്ലത്, അത് കേൾക്കുന്ന നല്ലത്. പക്ഷെ ഞാനൊരു കാര്യം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം പറയുക. അതായത് പുതിയ നിയമം എഴുതിയപ്പോൾ ആ എഴുത്തുകാരെല്ലാം തന്നെ നമ്മുടെ കർത്താവ് അടക്കം, കർത്താവൊന്നും എഴുതിയിട്ടില്ല അങ്ങനാരും പറയല്ലേ, ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു കാര്യം സ്വീകരിച്ചിട്ടുണ്ട്. അതായത് പഴയ നിയമം എന്ന് പറയുന്ന ഒരു നിയമം അവിടെ ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നിയമം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അന്ന് പഴയ നിയമം പുതിയ നിയമം എന്നുള്ള വ്യത്യാസം ഇല്ലെന്നുള്ള കാര്യം കൂടെ ഞാൻ പറയുക. അതുകൊണ്ട് പഴയ നിയമത്തിലുള്ള പല കാര്യങ്ങളും അറിയുന്നവർക്ക് വേണ്ടിയാണ് പുതിയ നിയമം എഴുതിയത്. അതുകൊണ്ട് പഴയ നിയമം മനസ്സിലാക്കാതെ പുതിയ നിയമം മനസ്സിലാക്കാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അത്ര മാത്രമേ ഞാൻ പറയുന്നു. അതുകൊണ്ട് ഇന്ന് നാം ഈ ദിവസങ്ങളൊക്കെ നമ്മൾ സങ്കീർത്തനത്തിൽ നിന്ന് ചിന്തിക്കുന്നതിന്റെ കാര്യം, സങ്കീർത്തനത്തിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം. ഞാൻ സങ്കീർത്തനത്തിൽ മാത്രമല്ല സംസാരിക്കുന്നത്. സങ്കീർത്തനത്തിൽ കാണുന്നതായ ആ ആത്മീയ ദാഹം, ആ ആത്മാവിന്റെ സംഘർഷങ്ങൾക്കെല്ലാം ഒരു പരിപൂർത്തിയുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമാണ്. അതുകൊണ്ട് സങ്കീർത്തനങ്ങൾ തീർച്ചയായിട്ടും ഒരു ഭക്തന്റെ ജീവിതത്തിന്റെ ചിത്രം നമുക്ക് തരുന്നു. പക്ഷെ ആ ചിത്രം പൂർണ്ണമല്ല. പക്ഷെ ആ ചിത്രം ഉണ്ടായേ പറ്റുള്ളൂ, അല്ലേ? ആ പൂർണ്ണത വരുന്നത് ക്രിസ്തുവിലൂടെ. അത് എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കണം. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് സംസാരിക്കാൻ തക്ക വിധത്തിൽ പൂർണ്ണമായ ആലോചന ദൈവവചനത്തിൽ നൽകിയിട്ടുണ്ട്. അത് പഴയതും പുതിയതും എന്ന് തിരിച്ചത് ദൈവത്തിന്റെ ആത്മാവല്ല, ബൈബിൾ സൊസൈറ്റിയാണ്. മനസ്സിലായോ? ഒരൊറ്റ ദിവസമേ ഉള്ളൂ. പഴയതും പുതിയതും പറഞ്ഞ കാര്യമൊന്നുമില്ല. അതിനെക്കുറിച്ച് പിന്നീട് കേൾക്കാം. പക്ഷേ ഇവിടെ ഇന്ന് രാത്രിയിൽ ഞാൻ സംസാരിക്കേണ്ട ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേകതരം പ്രാർത്ഥനകളെ കുറിച്ചാണ്. നമ്മൾ ഇന്നലെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് നാം ഇന്നലെ രാത്രി കേട്ടു. ഇന്ന് രാത്രിയിൽ ഒരു പ്രത്യേകതരം പ്രാർത്ഥനകളാണ് ഞാൻ നമ്മുടെ മുന്നിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അതിനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാനൊരു ചെറിയ സൂചന, ഒരു ഹിന്റ് തരാൻ ആഗ്രഹിക്കാം. സങ്കീർത്തനങ്ങൾ പഠിക്കുന്ന അവസരങ്ങളിൽ അതിൽ പ്രാർത്ഥനകൾ കാണുമ്പോൾ ഏത് സങ്കീർത്തനമായാലും നമുക്ക് 3 കാര്യങ്ങൾ നോക്കണം. ഒന്ന്, അവിടെ 3 കാര്യങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കും. ഒന്ന്, സങ്കീർത്തനക്കാരനെ എതിരിടുന്ന, അവനെ എതിർക്കുന്ന ശത്രുക്കളെ കുറിച്ചായിരിക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ ബ്രോഡറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അഡ്വേഴ്സിറ്റീസ്. ആ സങ്കീർത്തനക്കാരനോ സങ്കീർത്തനക്കാരത്തെയോ അങ്ങനെയാണെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്നതായ പ്രതിസന്ധികളെ കുറിച്ച് അവിടെ ഒരു വിവരണം കാണാം. 22-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, ബാശാൻ കൂറ്റന്മാർ എന്നെ നായ്ക്കളെ പോലെ എന്നൊക്കെയുള്ള ഭാഷ ഉപയോഗിച്ച് ശത്രുവിനെ വിവരിച്ചിരിക്കുന്നു. സങ്കീർത്തനം പഠിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് ഇവിടുത്തെ ശത്രു ആരാ, ഇവിടുത്തെ പ്രതിസന്ധി ആരാണ്. രണ്ടാമത് നോക്കേണ്ടത് ഈ സങ്കീർത്തനക്കാരൻ ആരാണ്. ചിലപ്പോൾ ആത്മനിന്ദ കാണാം. സങ്കീർത്തനക്കാരൻ പറയണ 22 സംഘത്തിൽ ഞാൻ മനുഷ്യനല്ല, അല്ലേ, ഒരു പുഴുവാണ്, ഒരു കൃമിയാണെന്നൊക്കെ പറയുന്നത്.
പക്ഷേ അതേ സമയത്ത് 8-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, മനുഷ്യനെ ഓർക്കേണ്ടതിന് നീ അവനെ മഹത്വവും തേജസ്സും അണിയിച്ചിരിക്കുന്നു. വളരെ ഉന്നതമായ ഒരു കാഴ്ചപ്പാട്. മൂന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ ദൈവം വിടുവിക്കുന്ന രക്ഷകനായ, പാറയായ, വീണ്ടെടുപ്പുകാരനായ, എന്റെ സൂര്യനായ, എന്റെ പരിചയായ, എന്റെ രക്ഷയായ ദൈവം. ഈ മൂന്ന് കാര്യങ്ങൾ നോക്കിയാൽ മിക്കവാറും എല്ലാ സങ്കീർത്തനവും പഠിക്കാം. ഇത് പഠിപ്പിക്കാൻ ഇത് വലിയ രഹസ്യം. പോട്ടെ. പക്ഷേ ഒരു സങ്കീർത്തനങ്ങളുണ്ട്, ഒരു തരം സങ്കീർത്തനങ്ങൾ. ആ സങ്കീർത്തനങ്ങളിൽ ആരാണ് ശത്രു, ദൈവം ആരാണെന്ന് വ്യക്തമാണ്, ആരാണ് പ്രാർത്ഥിക്കുന്ന ആളെന്നും വ്യക്തമാണ്. പക്ഷേ ആ സങ്കീർത്തനത്തിൽ ശത്രുവിനെ കാണുകയില്ല. ശത്രു ഉണ്ട് അവിടെ, ശത്രു ഒളിച്ചിരിക്കുക. 51-ാം സങ്കീർത്തനം മനപ്പാടം അറിയുന്നവരിലൂടെ കാണാം. നിങ്ങൾ ആ ദാവീദിന്റെ സങ്കീർത്തനം വായിച്ചു നോക്കിയിട്ടുണ്ടോ? അവിടെ ദാവീദിനോട് എതിരുന്ന ആരാ? അവിടെ ഭാഷാൻ കൂറ്റന്മാരുണ്ടോ? നായ്ക്കളുണ്ടോ? പട്ടണത്തിന് ചുറ്റും കുരച്ചും നടക്കുന്ന നായ്ക്കളെ പോലുള്ള മനുഷ്യരുണ്ടോ? ഇല്ല. അവിടെ ദാഹികളായ മനുഷ്യരുണ്ടോ? ഇല്ല. പിന്നെ 51-ാം സങ്കീർത്തനത്തിലെ ശത്രു ആരാ? 51-ാം സങ്കീർത്തനത്തിൽ ശത്രു ഒളിച്ചിരിക്കുകയാണ്. 51-ാം സങ്കീർത്തനം, 38-ാം സങ്കീർത്തനം, ഇങ്ങനെയൊക്കെയുള്ള സങ്കീർത്തനം, 6-ാം സങ്കീർത്തനം, ഇതിലൊക്കെ ഒരു ശത്രു ഒളിച്ചിരിപ്പുണ്ട്. പക്ഷെ ആ ശത്രു ഒളിച്ചിരിക്കുന്നത് വേറെ എവിടെയുമല്ല, സങ്കീർത്തനക്കാരന്റെ ഹൃദയത്തിലാണ്. ആ ശത്രുവിന്റെ പേരാണ് പാപം. ആ ശത്രുവിന്റെ പേരാണ് പാപം. ആരുടെ പാപം? സ്വന്തം പാപം. നമുക്കെതിരെ തിരിയുന്ന ഒരു തരം ശത്രുവുണ്ട്. നമ്മുടെ ശത്രുക്കൾ പലപ്പോഴും നമ്മൾ തന്നെ. ഈ ഒരു യാഥാർത്ഥ്യം പഴയ പുതിയ നിയമത്തിൽ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ വളരെ വ്യക്തമായിട്ട് പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച് സങ്കീർത്തന പുസ്തകത്തിൽ മുഴങ്ങുന്നത് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇതിനെക്കുറിച്ച് അല്പസമയം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 38-ാം സങ്കീർത്തനത്തില് സങ്കീർത്തനക്കാരൻ ഈ യാഥാർത്ഥ്യത്തെ സമ്മതിച്ചുകൊണ്ട് പറയുകയാണ്. ഒന്ന് വായിച്ചേ, 38-ന്റെ 4-ാമത്തെ വാക്യം. എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മീതെ ഭാരമുള്ള ചുവട് പോലെ അവ എനിക്ക് അധികനമായിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ തന്റെ ശത്രുവിനെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ കൈകൾ എനിക്കാണെന്നല്ല, അവർ ഒരു പക്ഷിയെ വേട്ടയാടുന്ന പോലെ ഇരുട്ടത്ത് അമ്പെയ്ത് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെയല്ല 11-ാം സങ്കീർത്തനത്തിൽ. അങ്ങനെയല്ല. ഇവിടെ എന്റെ ശത്രു ആരാ? എന്റെ അകൃത്യങ്ങളാണ്. അത് ഭാരമുള്ള ചുവട് പോലെ എനിക്ക് അധികനമായിരിക്കുന്നു. യെശയ്യാപ്രവചനം 59-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. Isaiah chapter 59 verse 12. ഞങ്ങളുടെ അതിക്രമങ്ങൾ നിന്റെ മുമ്പാകെ പെരുകിയിരിക്കുന്നു, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി എന്ത് ചെയ്യുന്നു? ഞങ്ങളുടെ പാപങ്ങൾ തന്നെയാണ് വാദികളായി ഒരു കോടതിയിൽ എന്ന പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞ് ഞങ്ങളോട് എതിരെയുന്നു, സാക്ഷ്യം പറയുന്നു, വിരോധമായി സാക്ഷീകരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു, ഞങ്ങളുടെ അകൃത്യങ്ങളെ ഞങ്ങൾ അറിയുന്നു. ഭക്തി ആത്മീയതയുടെ ഒരു വശം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ കാണാനുള്ള, നമുക്ക് തന്നെ ശത്രുവാകുന്ന ഒരു അനുഭവമുണ്ട്. ആ അനുഭവത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ളതായ ഒരു ആത്മീയ കൃപ പ്രാപിക്കുന്നതാണ് വളർച്ചയുടെ ഒരു ലക്ഷണം. പ്രൈസ് ഗോഡ്. ആത്മീയ വളർച്ചയുടെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ ദൈവസന്നിധിയിൽ നമുക്കെതിരെ വിരോധമായി സാക്ഷീകരിക്കുന്നതായ നമ്മുടെ ദൈവത്തിന് ഹിതകരമല്ലാത്ത പ്രവർത്തനങ്ങളെ, ദൈവപ്രസാദമല്ലാത്തതായ നമ്മുടെ ചിന്തകളെ എടുത്തു മാറ്റി കണ്ട് അതിനെ എന്ത് ചെയ്യണം? പരിഹരിക്കാൻ ദൈവസന്നിധി വരുന്നത്. പ്രൈസ് ഗോഡ്. മുന്നോട്ട് പോകുമ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ പാപമെന്ന് നമുക്കറിയാം. എന്താണ് പാപം? സങ്കീർത്തനക്കാരൻ പല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഉപയോഗിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട 3 പദങ്ങളും 51-ാമത്തെ സങ്കീർത്തനത്തിൽ കാണാം.
അതായത് പാപം എന്ന് പറഞ്ഞാൽ വേറെ വിധത്തിൽ പറഞ്ഞാൽ ഒരു വാക്കിൽ ഒരു ലൈനിലുള്ള ഒരു 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 വാചകത്തെ നിർവചിക്കാൻ പറ്റുകയില്ല. നമ്മൾ തന്നെ നമുക്കറിയത്തില്ല, ചില കാര്യങ്ങൾ പറയാൻ കൊടുത്തു വരുന്ന അവസരത്തിൽ നമ്മൾ പറയും അത് ഇങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ 2-3 പ്രാവശ്യം ഒരേ കാര്യം തന്നെ വിശദീകരിക്കത്തില്ലേ? ഇല്ലേ? നമുക്ക് ഉറപ്പില്ല എന്താണെന്ന് പറയുന്നത്. ചിലപ്പോൾ ആ കാര്യം അത്രത്തോളം വലിയ കാര്യമായിരിക്കും, ഗൗരവമുള്ള കാര്യമായിരിക്കും. കാര്യത്തിന്റെ ഗൗരവം അനുസരിച്ചോ നമുക്കത് പ്രകടിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടോ നമ്മൾ ഒരു യാഥാർത്ഥ്യത്തെ പല വിധത്തിൽ വിശദീകരിക്കാറുണ്ട്. അതിന്റെ വേറൊരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 തരത്തിൽ പറഞ്ഞാൽ മാത്രമേ ഈ ആശയം വ്യക്തമാകുകയുള്ളൂ അല്ലെങ്കിൽ പൂർണ്ണമാകുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. സങ്കീർത്തനക്കാരൻ 51-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. 51:1-2. ആദ്യത്തെ പദം പാപമോചനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ വരുമ്പോൾ സങ്കീർത്തനക്കാരൻ ആദ്യം തന്റെ ദൈവപ്രസാദമല്ലാത്ത ആ ഒരു ഘടകമുണ്ടല്ലോ, തന്റെ ഒരു ശത്രു ഉണ്ടല്ലോ, തനിക്കെതിരെ വിരോധമായി സാക്ഷീകരിക്കുന്നതായ താൻ ഏതൊരു ചുമടിന്റെ കീഴിലാണോ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു. അത് ഭാരമുള്ള ഒരു ചുവട് പോലെയാ, കുനിഞ്ഞു കുനിഞ്ഞു പോവുക അതിന്റെ ഭാരം കൊണ്ട്. അതെന്താണ് സങ്കീർത്തനക്കാരൻ പറയാ? ആദ്യം പറയുന്നത് എന്റെ അകൃത്യങ്ങൾ. രണ്ടാമത്തെ വാക്യത്തിൽ വായിച്ചേ, എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. മൂന്നാമത്തെ പദം അവിടെ തന്നെ കാണാം, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. ഈ 2 വാക്യങ്ങളിലെ ആ നാമപദങ്ങൾ മാത്രം ഞാൻ എടുക്കുകയാണ്. എന്റെ ലംഘനങ്ങൾ എന്റെ മീതെ കവിയുന്നത്, എന്തിന്റെ ഭാരം കൊണ്ട് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, നിവർന്നു നിൽക്കാൻ വയ്യാത്ത വിധത്തിൽ എന്റെ ശിരസിനെ ഭാരപ്പെടുത്തുന്നതിനെ സങ്കീർത്തനക്കാരൻ ആദ്യത്തെ കാര്യം സങ്കീർത്തനക്കാരൻ പറയുകയാണ് എന്റെ ലംഘനങ്ങൾ. എന്റെ ലംഘനങ്ങൾ. രണ്ടാമത്തത് വേറെ വേറെ അല്ല, ഇതൊക്കെ ഒന്ന് തന്നെയാണ്, പക്ഷെ ഇതിനെല്ലാം വേറെ വിശദീകരണങ്ങളാണ്, അകൃത്യമാണ്. മൂന്നാമത്തേത് എന്താണ്? എന്റെ പാപം. എന്താണ് ഈ ട്രാൻസ്ഗ്രഷൻ അല്ലെങ്കിൽ എന്താണ് ലംഘനം? ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. എന്റെ ലംഘനങ്ങളെ എന്ത് ചെയ്യണമേ? മായിച്ചു കളയണമേ. ഏതെങ്കിലും ഒരു കൽപ്പനയുണ്ടെങ്കിൽ ആ കൽപ്പനയെ ബോധപൂർവം ലംഘിക്കുന്നതാണ് ലംഘനം, ട്രാൻസ്ഗ്രഷൻ. കൽപ്പനയെ ബോധപൂർവം അറിയാം, എന്താണ് കൽപ്പന എന്ന് അറിയാം, എന്നിട്ടും അതിനെ ലംഘിക്കുന്നതിനെയാണ് ലംഘനമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞുകൊണ്ട്. willful disobedience, willful violation of a known command. അറിയാവുന്ന ഒരു കൽപ്പനയും ചെയ്യുക. രണ്ടാമത്തെ കാര്യം അവിടെ പറയുന്നത് പിന്നെന്താ? എന്റെ ഇനിക്വിറ്റി, എന്റെ അകൃത്യം. എന്റെ അകൃത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തുകൂടാത്ത കാര്യങ്ങളുണ്ട്. ഒരിക്കലും ഞാൻ എന്ത് ചെയ്യരുത്? ചെയ്തുകൂടാത്ത. ആ ചെയ്തുകൂടാത്ത കാര്യങ്ങൾ അത് ചെയ്യുന്നതാണ് എന്ത്? ഇതൊരു പക്ഷെ ബോധപൂർവമാകാം, അബോധപൂർവമാകാം, ബോധത്തോടു കൂടിയാകാം, ബോധം കൂടാതെയുമാകാം. പക്ഷേ എന്റെ ലംഘനങ്ങൾ അങ്ങനെയല്ല. എന്റെ ലംഘനങ്ങൾ ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ്, അറിഞ്ഞിട്ട് തന്നെ ഞാൻ അതിനെ ലംഘിക്കുകയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ദൈവത്തിന്റെ ആത്മാവ് തന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ശോധന ചെയ്യുമെന്ന് ഞാൻ അറിയുന്നു, എന്നെ അടക്കം. നമുക്ക് പല കാര്യങ്ങളും അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, വിശ്വാസികളെല്ലാം, അങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും ഇല്ലേ? എന്നോട് ഒരു സഭയുടെ ഉന്നത നേതാവ് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയാണോ സാധാരണക്കാരെ വിശ്വാസികളെ നമ്മൾ? ചിലരുടെ വിചാരം വേദപുസ്തകത്തിൽ പറയുന്നതൊന്നും ഇത് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ്, പലതും പ്രാവർത്തികമാക്കാൻ പറ്റില്ലെന്നാണ്. ഇത്രേ ദൈവത്തിന്റെ വചനത്തിലേ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലായതനുസരിച്ചാൽ മതി, പക്ഷെ മനസ്സിലായതിനെ ലംഘിക്കരുത്. വലിയൊരു ഭാരമൊന്നും ദൈവം നമ്മുടെ തലയിൽ വെച്ചിട്ടില്ല. നമുക്ക് മനസ്സിലായത് മാത്രം ലംഘിക്കരുത്, മനസ്സിലാകാത്തത് മനസ്സിലായത് ലംഘിക്കരുത്. മനസ്സിലാകാത്തത് കുറിച്ച് വിഷമിക്കേണ്ട, അത് പിന്നെ മനസ്സിലാകുമ്പോൾ ചിന്തിച്ചാൽ
അകൃത്യം. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? പാപം. പാപം എന്ന് പറഞ്ഞാൽ ഒരു പൊതു പദമാണ്. പക്ഷെ പാപം എന്ന് പറയുന്ന പദത്തിനും എബ്രായ ഭാഷയിൽ ഒരു പ്രത്യേക അർത്ഥമുണ്ട്. അതായത് ഏതെങ്കിലും ഒരു മാനദണ്ഡത്തിനനുസരിച്ച് നമ്മുടെ ആ പ്രതീക്ഷകളനുസരിച്ച് അല്ലെങ്കിൽ ആ പ്രതീക്ഷകൾ നിറവേറ്റുവാൻ നമുക്ക് കഴിയാത്തതിനെയാണ് പാപം എന്ന് പറയുന്നത്. ഇതിന് മിസ്സിംഗ് ദ മാർക്ക് എന്ന് പറയും. അതായത് എൻ്റെ കയ്യിലൊക്കെ ഒരു തോക്ക് തന്നാൽ ഇങ്ങനെ ഇരിക്കുമെന്ന്, ഞാൻ അങ്ങോട്ട് നമുക്ക് വെടിവെച്ച് കഴിഞ്ഞാൽ ദോഹ IPC-യിൽ അതിനു വേണ്ടി വെടിവെച്ച ഷാനിയമൽ IPC-യിലായിരിക്കും ചെന്ന് ചാടുന്നത്. അത്രത്തോളം ഉന്നമുണ്ട്. ഉന്നം പഴച്ച ജീവിതങ്ങളെ കുറിച്ചാണ് പാപം എന്ന് പറയുന്നത്. ഉന്നം പഴച്ച ജീവിതങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് ഇബ്രാഹിം എങ്ങനെയാ പറയുന്നേ? കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. കാരണം നമ്മൾ നേരെ പോകുന്ന അല്ലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരു ഡിഗ്രിയെ തെറ്റിയിട്ടുള്ളൂ. പക്ഷെ അത് ചെന്നെത്തുന്നത് അങ്ങ് അനേക കിലോമീറ്റർ ദൂരെയായിരിക്കാം ചെന്നെത്തുന്നത്. വല്ലപ്പോഴും ഒഴുകിപ്പോയാൽ. പ്രൈസ് ഗോഡ്. ദൈവം നമുക്കൊരു മാനദണ്ഡം വെച്ചിട്ടുണ്ട് ജീവിതത്തിന്. നമുക്ക് അരുതാത്തതാകാൻ വെച്ചിട്ടുണ്ട്. അരുതാത്തത് ചെയ്യുന്നത് ലംഘനം. പിന്നെ ചെയ്യരുതാത്ത കൽപ്പനകളെ ലംഘിക്കുന്നത് ലംഘനം. നമുക്ക് ഒരിക്കലും ചെയ്തു കൂടാത്ത കാര്യങ്ങളെ ചെയ്യുന്നത് അകൃത്യം. പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഉയരാൻ കഴിയാത്തത്, അത് പാപം. ഈ മൂന്നും മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരേ യാഥാർത്ഥ്യം. അത് ഒരു വാക്ക് പറയാൻ കഴിയാത്തതുകൊണ്ട് അതിന്റെ കോംപ്രിഹെൻസീവ്നെസ് ഉണ്ട്. സങ്കീർത്തനക്കാരൻ പറയാണ്, അകൃത്യം ചെയ്തിട്ടുണ്ട്, ലംഘനം ചെയ്തിട്ടുണ്ട്, പാപം ചെയ്തിട്ടുണ്ട്. എല്ലാം എന്താ? ഒരു യാഥാർത്ഥ്യത്തിന്റെ 3 വിവിധ വശങ്ങൾ. പാപത്തെ ഇത്രത്തോളം സീരിയസ് ആയി ഗൗരവത്തോടെ കാണുന്ന ഒരു മതദർശനം ഈ വേദപുസ്തകത്തില്ലാതെ വേറെ എവിടെയും കാണുകയില്ല. ഈ 66 പുസ്തകങ്ങൾ മനുഷ്യരാശിക്ക് നൽകുന്നത് പാപബോധം. മറ്റു മതങ്ങളൊക്കെ ഈ പാപത്തെ കുറിച്ച് വളരെ 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 ലൈറ്റാണ് അവിടെ, അല്ലേ? ഇന്നലെ നമ്മൾ കണ്ടു കറപ്ഷനെ കുറിച്ച്, അഴിമതിയെ കുറിച്ച്. പ്രാർത്ഥിക്കുന്നത് അവിടെ എന്താ പറയുന്നത്? വെടിപ്പുള്ള കയ്യും നിർമ്മല ഹൃദയവും ഇല്ലാതെ വരണമെന്നാ പറയും. അങ്ങനെയല്ല മറ്റു പല മതദർശനങ്ങളിലും. ഇതിന്റെ ഏറ്റവും പ്രധാന വിഷയം എന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ വായിച്ച ഒരു വാക്യഭാഗത്തേക്ക് തിരിച്ചു പോവുക. വേദപുസ്തകത്തിലെ പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എല്ലാ ആധാരമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കാണുന്ന തീംസ് ആണ്, അതിൽ കാണുന്ന വിഷയങ്ങളാണ് സങ്കീർത്തനത്തിലെ 150 പുസ്തകങ്ങൾ നമ്മൾ കാണുന്നത്. ആ പ്രാർത്ഥനയുടെ പേരാണ് ശലോമോന്റെ പ്രാർത്ഥന. അത് ദീർഘമായ പ്രാർത്ഥനയാണ്. അതിന്റെ ഒരു പ്രസക്ത ഭാഗമാണ് 1 രാജാക്കന്മാർ 8-ന്റെ 31 മുതൽ 53 വരെയുള്ള വാക്യഭാഗങ്ങൾ. ഇവിടെ ഒന്നും വായിക്കാൻ നമുക്ക് സമയമില്ല. പക്ഷേ അതിൽ നിന്ന് ഉരുത്തിരിയുന്നൊരു കാര്യമുണ്ട്. ആ 21 അധ്യായ വാക്യങ്ങളിൽ നിന്ന് നമ്മൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ, അത് ഊറ്റിയെടുത്തു കഴിഞ്ഞാൽ 2 സത്യങ്ങൾ അതിൽ നിന്ന് പുറത്തു വരും. ഒന്ന്, sin is foundational and sin is paramount. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം എന്താണ്? പാപം. Sin is foundational. എല്ലാത്തിന്റെയും അടിസ്ഥാന ശില. പ്രശ്നങ്ങൾ നോക്കി പരിഹരിച്ചു വരുമ്പോൾ അവസരത്തിൽ ആ അവസാനം ചെന്നെത്തുന്നത് പാപത്തിലായിരിക്കും. ഒരു പക്ഷെ അത് എന്റെ പാപമായിരിക്കും, അല്ലെങ്കിൽ വല്ലവരും എന്നയിക്കുകയൊക്കെ ചെയ്യുന്ന പാപമായിരിക്കാം. എന്തായാലും എവിടെ എത്തുന്നേ? പാപത്തിൽ. 2, ആ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? പാപം. അത് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഡീൽ ചെയ്യണം. ഞാൻ എന്തെങ്ങനെ പറയാൻ കാരണം എന്ന് പറയാം. ശലോമോൻ ആ പ്രാർത്ഥന വളരെ ചിട്ടയോടുകൂടി അവതരിപ്പിക്കുന്നു. ഓരോ വിഷയങ്ങളും, കർത്താവേ, ഇന്ന വിഷയം വരുമ്പോൾ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് മറുപടിയായി ചെയ്യണമേ. ഇന്ന വിഷയം വരുമ്പോൾ ഞങ്ങൾക്ക് വെട്ടുകിളി, തുള്ളൻ, ദീനം, വ്യാധി ഒക്കെ വരുമ്പോൾ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട്
ഉത്തരമരണമേ. ഞങ്ങൾ അന്യദേശത്തെ പരദേശത്തിലായിരിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് ഉത്തരമരണമേ. ഞങ്ങൾക്ക് ഇന്നലെ നാം കണ്ട ഒരു വാക്യമുണ്ട്, അന്യജാതിക്കാര് നിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവന് നീ ഉത്തരമരണമേ. ഓരോ വിഷയങ്ങളായിട്ട് ഒരു പക്ഷേ ഇത് തന്നെ ഒരു 2 ബൈബിൾ ക്ലാസ്സിനുള്ള വകയുണ്ട്. പക്ഷെ നമുക്ക് സമയമില്ലല്ലോ. പക്ഷേ അതുപോലെ നമ്മുടെ വിഷയം. പക്ഷെ അതെല്ലാം ഈ ഓരോ വിഷയങ്ങളും പ്രാർത്ഥിക്കുന്ന അവസരങ്ങളിൽ ശലോമോൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്. 1-ാം അധ്യായത്തിൽ 8-ാം അധ്യായത്തിന് 10-ാമത്തെ വാക്യം വായിച്ച് പെട്ടെന്ന് അല്ല. ഓക്കെ, പുരോഹിതന്മാർ 1 Kings 8:34 വായിച്ചു. 34-ാമത്തെ വാക്യം. ഓക്കെ, അവിടെ പറയുകയാണ്, ഒരു വിഷയം പറയാം അവിടെ. എന്നിട്ട് പറയുകയാണ്, നീ മറുപടി അവരെ വിടുവിക്കണമേ. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ട് നിന്റെ ജനമായ ഇസ്രായേലിനെ നീ കൊടുക്കണം. ആദ്യം പാപം ക്ഷമിച്ചു കൊടുക്കണമേ. 36-ാമത്തെ വാക്യം വായിച്ചേ. പാപം ക്ഷമിക്കണമേ. പക്ഷെ പാപം അല്ലായിരുന്നു അവിടുത്തെ വിഷയം, വേറെ വിഷയത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ആ വിഷയം എങ്ങനെയാ കർത്താവെ പരിഹരിക്കേണ്ടത്? പാപം ക്ഷമിച്ച് പരിഹരിക്കണം. ഞങ്ങൾ അന്യദേശത്ത് പരദേശത്തിലായി പാർക്കുമ്പോൾ നീ ഞങ്ങളെ കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരണം? പാപം ക്ഷമിച്ചു കൊണ്ടുവരണം. 8-ാം അധ്യായത്തിൽ 39-ാമത്തെ വാക്യം വായിച്ചേ. 39:39. സ്വർഗത്തിൽ നിന്ന് കേട്ടിട്ട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. നിങ്ങൾ ഇനി വീട്ടിൽ പോയിട്ട് നോക്കണം, ഒരു ഹോംവർക്ക് തരിക. ആ 8-ാം അധ്യായത്തിലെ ശലോമോൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളൊക്കെ ഒരു കടലാസിൽ എഴുതി വെക്കുക. എന്നിട്ട് നോക്കണം, ഈ വിഷയങ്ങൾക്കെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ശലോമോൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്, പാപം ക്ഷമിച്ചിട്ട് ചെയ്യണം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻ ഈസ് ഫൗണ്ടേഷണൽ. എല്ലാ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താ? അടിയിലെന്താ? ഏറ്റവും അടി കിടക്കുന്നത് പാപമാണ്. പക്ഷേ എന്റെ ജനത്തിന്റെ വൈദ്യന്മാര് തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് അവസാനിപ്പിക്കുക. പ്രൈസ് ഗോഡ്. എന്റെ പുത്രിക്ക് എന്റെ സൗഖ്യം വരുത്തേണ്ടതിന് ഇവരെല്ലാം പുറത്ത് എക്സ്റ്റേണൽ യൂസ് ഓൺലി എന്നാ അവർ കൊടുക്കുന്ന പ്രസംഗത്തിന്റെ എല്ലാം ഉപയോഗം. എന്തിനാ? പുറത്ത് ഉപയോഗിക്കാൻ മാത്രം. ശലോമോൻ പറയുകയാണ്, അല്ല, ഇനി അവസാനത്തെ വിഷയം എന്താ? അവസാനത്തെ വിഷയം പല വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വിഷയം പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ വിഷയം എന്ന് പറയുന്നത് പാപം. ഇതെല്ലാം കഴിഞ്ഞ അവസാനത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പാപത്തെ എന്ത് ചെയ്യണം? അവിടെ പറയുന്നത് 46 മുതലായ വാക്യങ്ങൾ അവസാനം വരെ അവിടെ 8 വാക്യങ്ങളിലായിട്ട് ഏകദേശം 8 വാക്യങ്ങളായിട്ട് പറയുകയാണ് ഏറ്റവും ലോങ്സ്റ്റ് വിഷയം അവിടെ എത്താതാ. നിങ്ങൾ പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഏറ്റവും ദീർഘമായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ അതാ. ഏതാ? ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണം. പാപക്ഷമയ്ക്കുള്ളതായ ഇതതിന്റെ ക്ലൈമാക്സ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സിൻ ഈസ് ഫൗണ്ടേഷണൽ ആൻഡ് സിൻ ഈസ് പാരമൗണ്ട്. ഏതും കൂടിയത് സിന്ന. ഒരു നിയമത്തിൽ നമ്മുടെ കർത്താവ് വളരെ രസകരമാണ് അവതരിപ്പിക്കുന്നത്. കർത്താവ് ഈ പഴയ നിയമ യാഥാർത്ഥ്യം, ഈ പഴയ നിയമം സോലമോൻ കണ്ടെത്തിയ യാഥാർത്ഥ്യം കർത്താവ് അത് പ്രയോഗിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ കാണാം. അവിടെ ഒരു പക്ഷപാതക്കാരനെ കൊണ്ടുവന്ന അവസരത്തിൽ അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് പറയേണ്ടിയിരുന്നത് മകനെ എഴുന്നേറ്റ് നടക്കാനാണ്, അല്ലേ? യെസ്. പക്ഷെ പറഞ്ഞത് എന്താ? നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ രോഗത്തിന്റെ പ്രശ്നം എന്തല്ല? കാൽസ്യം ഡിഫിഷ്യൻസി അല്ല, കൊളസ്ട്രോളും അല്ല. അതൊക്കെ പ്രശ്നം. പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ, കൊളസ്ട്രോൾ കൂടിയിരിക്കുമ്പോൾ തന്നെ, 4 ആർട്ടറീസ് ബ്ലോക്ക് ആയിരിക്കുമ്പോൾ തന്നെ, സ്റ്റെന്റ് അടിക്കുന്നതിന് മുമ്പേ ദൈവം അടിക്കുന്നത് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നതാണ്. പ്രൈസ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു ചോദിക്കുക, ഏതാ എളുപ്പം? പിന്നെ ആ വാക്യം ചോദിക്കുക, ഏതാ എളുപ്പം? കിടക്ക എടുത്ത് നടക്കാന്ന് പറയുന്നത് പാപം മോചിച്ചു എന്ന് പറയുന്നു.
കിടക്ക എടുക്കുക എന്ന് പറഞ്ഞാല് എന്ത് കിടക്കും? കിടക്കയും കൊണ്ട് പോകും, പക്ഷെ പാപം ഹൃദയത്തിൽ കിടക്കും. കർത്താവ് ഡീൽ ചെയ്തത് അവന്റെ പാപത്തെ. ഇത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നതാണ്. സങ്കീർത്തനക്കാരൻ 51-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, രക്ഷയുടെ എന്നെ ചെയ്യണമേ, സന്തോഷം എന്നെ, സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. അസ്ഥി എന്ന് പറഞ്ഞത് തന്റെ ശരീരത്തെ കുറിച്ചാ. ഈ പാപം അവന്റെ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ എന്തുണ്ട്? സന്തോഷമുണ്ട് ഇല്ല, പിന്നെന്തില്ല? ആനന്ദവും ഇല്ല, പിന്നെന്തില്ല? ഉല്ലാസവും ഇല്ല. ടിപ്പിക്കലി ശൗലിന്റെ പ്രശ്നമായിരുന്നു അത്. ഇസ്രായേലിലെ മധുരഗായകൻ വീണ വീട്ടിക്കൊണ്ട് പാടുമ്പോൾ അവന് സന്തോഷവുമില്ല, ഉല്ലാസവുമില്ല, ആനന്ദവുമില്ല. അവന് മരനെ ചുമരോട് ചേർത്ത് കുത്താനാ പോകുന്നേ. കാരണം എന്താ? പാപം ഉള്ളിൽ കിടക്കുക. പ്രൈസ് ഗോഡ്. എവിടെ പോയാലും സന്തോഷമില്ല. എന്താ കാരണം? നമ്മുടെ മാനസിക അവസ്ഥയെ നിയന്ത്രിക്കുന്നത് പാപമാണ്. നമ്മുടെ മാനസിക അവസ്ഥയെ നിയന്ത്രിക്കുന്നത് പാപമാണ്. നമുക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോൾ, സ്ട്രെസ് ഉണ്ടാകുമ്പോൾ, അതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന അവസരത്തിൽ ഡോക്ടർമാർ പറയും സോഫ്റ്റ് മ്യൂസിക് കേട്ടോണ്ടിരിക്കണമെന്ന്. എന്ന് രാവിലെ അല്ലേ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ന് രാവിലെ അതിലൊരു മന്ത്രമുണ്ട്, അതൊക്കെ കേൾക്കണം. കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് എല്ലാം പക്ഷേ സീരി തീരുമ്പോ അതിന് ആദ്യത്തെ അടി തീരുമ്പോ നമ്മുടെ ഒന്നും കാണുക. കാരണം എന്താ? ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുക. ഭാരമുള്ള ചൂട് പോലെ ഇരിക്കുന്ന അവസരത്തിൽ ഏത് സീഡി കിടന്ന കാര്യം, ഏത് ഗായത്രി മന്ത്രം ജപിച്ചാൽ ആ സ്ട്രെസ് മാറുന്നേ ഇല്ല. വീണ്ടും കർത്താവേ സന്തോഷവും ആനന്ദവും എനിക്ക് തിരികെ തരണം. ഇത് ബാധിക്കുന്ന വേറൊരു ഏരിയ. പാപം ബാധിക്കുന്ന വേറൊരു ഏരിയ നമ്മുടെ ആത്മീയതയാണ്. 11-ാം അധ്യായം, അതേ അധ്യായത്തിന് 11-12 വാക്യം, നിന്റെ സന്നിധിയിൽ നിന്ന് 11-12, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് ഈ പാപം നിമിത്തം നിന്റെ സന്നിധിയിൽ നിന്ന് എഴുതിയല്ലേ, cast me not away from your presence എന്ന്. ചില അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ അർത്ഥം എന്നെ നിന്റെ സന്നിധിയിൽ നാട്ടിപ്പായിക്കല്ലേ എന്നാണ്. ഇന്നലെ സുരേഷ് ഗോപി എന്ന് പറയുന്നതായ ഒരു നടൻ NSSന്റെ അവിടേക്ക് കയറി ചെന്നു. അവർ മെല്ലെ പറഞ്ഞ് മനസ്സിലാക്കുന്ന തോന്നുന്നു. ഏതായാലും 3 പടം മനോരമ ഇട്ടിട്ടുണ്ട്. പുള്ളി മെല്ലെ നാണിച്ച് ഇറങ്ങി പോകുന്നത്. ഇതൊക്കെ സഹിക്കാം. സുരേഷ് ഗോപി അവിടെ പോയി പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, എന്നെ പറഞ്ഞു വിട്ടത് എന്നൊക്കെ പറഞ്ഞു. പുള്ളി അതൊക്കെ സമാധാനത്തിലായെന്ന് തോന്നുന്നു. പക്ഷേ ദൈവത്തിന്റെ സന്നിധി ചെയ്യുന്ന അവസരത്തിൽ അത് സഹിക്കാൻ പറ്റും. അത് ദാവീദിന് നല്ലപോലെ അറിയാം. എന്താണ് ഇവിടെ കാര്യം എന്ന് ചോദിക്കുക. Cast me not away from your presence. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്തിയല്ലേ എടുത്തു കളയരുതേ. എനിക്ക് എല്ലാ സന്തോഷമുണ്ട്, പക്ഷെ ഒരു സന്തോഷം ഏറ്റവും പരമമായ സന്തോഷമാണ്. ആ സന്തോഷത്തിന് പേരാണ് രക്ഷയുടെ സന്തോഷം. Praise God. ഇത്രയും കാലത്ത് ഇവരെല്ലാം പാട്ട് പാടിയിട്ടും ആ ഒരു പാട്ടിലും എനിക്ക് രക്ഷയുടെ സന്തോഷം കിട്ടിയിട്ടില്ല ഇതുവരെയും. കാരണം രക്ഷയുടെ സന്തോഷം പാടിക്കേൾക്കുന്നതല്ല, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നത്. Praise God. സെക്രട്ടറികൾ പറയാണ്, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് എന്ത് ചെയ്യണമേ, തിരികെ തരണമേ. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ മീതെ ഒരു 10 ടൺ വെയിറ്റ് പോലെ ഇരിക്കുന്നതാണ് പാപം. പിന്നെ നാം പലപ്പോഴും നമ്മൾ അഭിനയിക്കുക സന്തോഷമുണ്ടെന്ന്. ഇല്ല, പാപമോട് ഇരിക്കുന്നിടത്തോളം കാലം ആ സന്തോഷം, ആ ഉല്ലാസം, ആ ആനന്ദം അനുഭവിക്കാൻ നമുക്ക് കഴിയുകയില്ലെന്നാ ദൈവത്തിന്റെ വചനം പറയുന്നേ. തിരികെ തരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അത് എടുത്തു മാറ്റിയെന്നാ. ദൈവം എടുത്തു മാറ്റിയതോടെ തിരികെ ചോദിക്കുക, എനിക്കത് തിരികെ തരണമേ. പ്രൈസ് ഗോഡ്. മൂന്നാമത്തേത് നമ്മുടെ ശരീരത്തിന് വരുന്ന, ഇത് പലരും മനസ്സിലാക്കുന്ന ഒരു സത്യമാണ്. ശരീരത്തിനെ പാപം ബാധിക്കും. 32-ാം സങ്കീർത്തനത്തിൽ അതിന്റെ 3-4 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ അതാ പറയുന്നത്. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിണ്ടാതിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പാപങ്ങളെ ഏറ്റു പറയാതിരുന്നപ്പോൾ എന്നതിന്റെ അർത്ഥം. ഓക്കെ,
ഞാൻ എന്റെ പാപങ്ങൾ ഏറ്റു പറയുന്ന ഇപ്പോൾ പിന്നെ എന്റെ അസ്ഥികൾ, എന്റെ ശരീരം ക്ഷയിച്ചു പോയി. ഭാരമായിരുന്നു. എന്റെ മജ്ജ വേനൽക്കാല ഉഷ്ണത്തിൽ എന്ന പോലെ. ഓക്കെ, സംഘടനക്കാരൻ പറയുന്നതിന് ആരും മനസ്സിലാക്കുന്നു. എന്താ ഈ മജ്ജ? മജ്ജ എവിടാ? ഈ മജ്ജ മാറ്റണമെങ്കിൽ വേറെ എന്തെല്ലാം പറ്റി പോയി കാണിക്കും. നമ്മൾ സാധാരണ ഗതിയിൽ പശു എന്തെങ്കിലും ഇറച്ചി വാങ്ങിച്ചുകൊണ്ട്, ബീഫോ മട്ടനോ ഒക്കെ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് കഴിഞ്ഞാൽ അതിനുള്ളിൽ മജ്ജ കാണും അല്ലേ? ഇല്ലേ? യെസ്. അതേ സമയത്ത് മ്യൂസിയത്തിൽ പോയിട്ട് ഒരു അസ്ഥി വാങ്ങിച്ചാലും, അതായത് എത്രത്തോളം ഒരു മനുഷ്യൻ എങ്ങനെയാ പറയണ്ടേ, ഉണങ്ങി പോകാമോ ആ ഒരു അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. ഒരു മനുഷ്യന്റെ ശരീരത്തിന്. അതുകൊണ്ടാണ് കർത്താവ് മർക്കോസ് 2:2 പറഞ്ഞേ, അവൻ രോഗിയാണ്. അതുകൊണ്ട് പറയാ, നിന്റെ രോഗത്തിന്റെ പ്രതിവിധി നിന്റെ പാപത്തിന്റെ മോചനം. പ്രൈസ് ഗോഡ്. പല മനുഷ്യരുടെയും രോഗം എന്ന് പറഞ്ഞാൽ അതിനെന്താ ചികിത്സിക്കേണ്ടത്? പാപത്തിന്. എനിക്കൊരു സഹോദരി അറിയാം, അവർക്ക് അമിത വണ്ണമുണ്ട്. അമിത വണ്ണമുള്ളവര് എല്ലാവരും പാപികളാണ് ഞാൻ പറഞ്ഞില്ല. ഒരു കാര്യം എനിക്കറിയാം, അവരുടെ അത്യാർത്തി, ഭക്ഷണത്തോട് ആർത്തി എന്നൊരു പാപമുണ്ട്. ആ പാപം നിർത്തിയാൽ എന്ത് ചെയ്യാം? ഈ രോഗം മാറും. ഒരു KFC പായ് വെച്ച് കിടക്കുക, KFCയിലും മാക്ഡൊണാൾഡ്സും പായ് വെച്ച് കിടക്കുക. അത് പാപം. അത് പാപം. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, എല്ലാ രോഗവും പാപം കൊണ്ടാണെന്ന് ഞാൻ പറയുക. ഞാനത് ക്ലാരിഫൈ, കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മുടെ രോഗത്തിന്റെ ഒരു കാരണം പാപമെന്ന് മാത്രം ഞാൻ പറഞ്ഞു. പലപ്പോഴും മറ്റുള്ളവരുടെ പാപനിമിത്തം നമുക്ക് രോഗം വരും. എന്റെ ഭാര്യ പുകവലിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾക്കും എനിക്കും ലങ് ക്യാൻസർ വരാം. ഞങ്ങൾ ആരും പുകവലിച്ചില്ലെങ്കിൽ തന്നെ അത് അവരുടെ പാപനിമിത്തം മറ്റുള്ളവർ രോഗിയാകും. മൂന്നാമതൊരു വശമുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞു, 9 യോഹന്നാൻ 9 തോന്നുന്നു, അവിടെ പറയുകയാണ്, ഇവന്റെ പാപമല്ല, ഇവന്റെ മാതാപിതാക്കളുടെ പാപമല്ല, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. ചിലപ്പോൾ രോഗം വരും. എന്തിനു വേണ്ടിയാ? ദൈവം ചിലരെ തിരഞ്ഞെടുക്കുക. ഇതിനു വേണ്ടി അവരെ രോഗികളിൽ കടന്നു പോയിട്ട് അവരെ വിശ്വാസത്തെ പരിശോധിക്കാനും പരീക്ഷിക്കാനും പിന്നീട് അതിലൂടെ ദൈവനാമം മഹത്വപ്പെടാനും. ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഒരു കാര്യം, ഒരു സാധ്യതയാണ് എന്ത്? രോഗത്തിന്റെ ഒരു സാധ്യത, ഒരു കാരണം പാപമായിരിക്കും. നമ്മുടെ ശരീരത്തെ അത് ബാധിക്കും. നാലാമത്തെ കാര്യം, ഇഫക്ട്സ് ഓഫ് സിൻ നമ്മുടെ ശുശ്രൂഷയെ ബാധിക്കും. പ്രൈസ് ഗോഡ്. അത് ഏത് തരം ശുശ്രൂഷയാണെങ്കിലും. അതാണ് നാം താഴോട്ട് വായിക്കുമ്പോൾ വായിക്കുന്നത്. എന്താണ് അതിന്റെ 51:13 വാക്യം? നീ എന്റെ പാപത്തെ മായ്ച്ചു കളയുമ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്കിലേക്ക് മനം തിരിയും. പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകൾ അതെന്തായിരുന്നാലും, ഈ ഹോളി പാടിയിരിക്കുന്നതായാലും പ്രസംഗിക്കുന്നതായാലും പാട്ടുപാടുന്നതായാലും സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നതായാലും ട്രഷറായിട്ട് പ്രവർത്തിക്കുന്നതായാലും എന്ത് തരം ശുശ്രൂഷയാണെങ്കിലും പാപം ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് ചെയ്താൽ അത് ശരിയാവില്ലെന്ന് ദൈവം പറയുന്നത്. ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ കുറിച്ച് ഉപദേശിക്കും. പാപം മനസ്സിൽ വെച്ചിരിക്കുകയാണ്, ഒരെണ്ണം നിന്നിലേക്ക് മനം തിരിയുന്നുള്ളത്. ഒരാൾ മനം തിരിയും. പക്ഷെ അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുക, ഡീൽ വിത്ത് മൈ സിൻ, ഡീൽ വിത്ത് മൈ സിൻ. പലപ്പോഴും പ്രസംഗിക്കുന്നവര് വചനഭാഗങ്ങൾ വരുന്ന അവസരത്തിൽ അവിടെ ഒന്ന് വിഴുങ്ങും. എന്താണെന്നറിയോ കാര്യം? കാരണം അത് പ്രസംഗിക്കാനുള്ള പ്രാഗൽഭ്യം ഇല്ലാഞ്ഞിട്ടാണ്. അവിടെ വരുമ്പോൾ ഒന്നൊരു ഗ്ലോസിങ് ഓവർ എന്ന് പറയും ഇംഗ്ലീഷിൽ, അങ്ങോട്ടങ്ങ് പറയും. കാരണം അത് കേട്ടാൽ അറിയാം. അതുകൊണ്ട്
ഈ പുരോഹിതന്മാർ എന്താ ചെയ്യേണ്ടത്? ആദ്യം പഴയ നിയമത്തിലെ ആദ്യത്തെ യാഗം ആർക്കാണ്? സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി യാഗം അർപ്പിക്കണം. എന്നിട്ട് ജനത്തിന് വേണ്ടി യാഗം അർപ്പിക്കണം. നമ്മളാരും വിശുദ്ധന്മാരാണ്. പക്ഷേ ദൈവസന്നിധിയിൽ സ്വീകാര്യമായ ജീവിതം നയിക്കാനുള്ള പ്രയത്നത്തിൽ മാത്രമാണ് നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. നാം ശ്രമിക്കണം. അതുകൊണ്ട് ആരായാലും ദൈവത്തിന്റെ ശുശ്രൂഷയിൽ നിൽക്കുന്ന അവസരത്തിൽ ആദ്യം തന്നെ ശോധന ചെയ്യുന്ന, കർത്താവേ, ഇന്ന് ഞാൻ എന്നാ ചെയ്തത് നിനക്കെതിരായിട്ട്? ഞാൻ ഇന്ന് എന്താ പറഞ്ഞത് നിനക്കെതിരായി? ഞാൻ ഇന്ന് എന്താ ചിന്തിച്ചത് നിനക്ക് പ്രസാദകരമായിട്ട്? എന്താണെങ്കിൽ ഇതൊക്കെ എനിക്ക് അറിയാം. ഇനി അറിയാത്തതായ പറഞ്ഞിരിക്കുന്ന ഒരുപാട് പാപമുണ്ട്. അതെല്ലാം ഞാൻ നിന്റെ സന്നിധിയിൽ വെക്കുക. കർത്താവേ, നീ എന്നെ നിറയ്ക്കണമേ, പുതുതായി നിറയ്ക്കണമേ. പുതുതായി നിറച്ചിട്ട് വേണം എനിക്ക് പാട്ട് പാടാൻ, പുതുതായി നിറച്ചിട്ട് വേണം എനിക്ക് കീബോർഡ് പ്ലേ ചെയ്യാൻ, പുതിയതായി നിറച്ചിട്ട് വേണം എനിക്ക് സ്വത്രാഴ്ച എടുക്കാൻ. പ്രൈസ് ഗോഡ്. അങ്ങനെയുള്ള ഒരു പാപബോധത്തിന്റെ ആഴത്തിലേക്ക് വന്നാൽ മാത്രമേ നമ്മുടെ ശുശ്രൂഷകളെ ദൈവം വിടുവിക്കുകയുള്ളൂ. പ്രൈസ് ഗോഡ്. പല പ്രാസംഗികർക്കും ഒരു ചിന്തയുണ്ട്. അവരുടെ ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനത്തിന് എന്ത് വേണം അതുപോലെ പ്രസംഗിക്കാൻ അവർ തയ്യാറായിട്ടിരിക്കുന്നത്. ചില സഭകളിൽ ഒത്തിരി തീപ്പൊരി പ്രസംഗം വേണം. ഈ മനുഷ്യൻ എത്ര ചൂടാക്കലും ചൂടാവുന്ന മനുഷ്യനാണ്. ഇവിടെ വരുമ്പോഴോ അല്ലെങ്കിൽ അമേരിക്കയിൽ പോകുമ്പോഴോ ഒക്കെ തീപ്പൊരി പ്രസംഗം പ്രസംഗിക്കും. അത് ദൈവം അദ്ദേഹത്തിന് കൊടുത്ത കൃപയല്ല. എന്നിട്ട് പ്രസംഗിക്കുക. എന്താ? അതൊരു പാപമാണ്. അതൊരു പാപമാണ്. നമുക്ക് അറിയാവുന്നത് പോലെ സംസാരിച്ചാൽ മതി. പണ്ടൊരു മനുഷ്യൻ സുവിശേഷം പറയാൻ ചെന്നു. ഭാര്യ ഭർത്താവും കൂടെ ഒരു നിരീശ്വരന്റെ അടുത്തോട് സുവിശേഷം പറയാൻ ചെന്നു. അയാളുടെ വീട്ടിൽ ചെന്നിട്ട് സുവിശേഷം പറയാൻ ചെന്ന അവസരത്തിൽ അയാൾ അവരെ നല്ലപോലെ കളിയാക്കി വിട്ടു. അയാൾ ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന മനുഷ്യനാണ്. അത് കഴിഞ്ഞപ്പോ ഇവർക്ക് സുവിശേഷം പറയാൻ പറ്റിയില്ല. ഒന്നും പറഞ്ഞില്ല. രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. ഇവരവിടെ ചെന്നു. ഇവർക്ക് പേടിയായി. ഇയാളോട് എങ്ങനെയാ സുവിശേഷം പറയുന്നത്, എങ്ങനെ സുവിശേഷം പറഞ്ഞ ദൈവാത്മാ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും കൂടെ ഭാര്യ ഭർത്താവും കൂടെ സഞ്ജി കൊണ്ട് പോയതാ. ഇയാളും ആ ഇരിപ്പും അയാളുടെ താടി മീശയെല്ലാം കണ്ടപ്പോഴും പേടിച്ചു. ഒന്നും പറയാൻ തൊണ്ടെന്നൊന്നും വരുന്നില്ല. അവസാനം അയാളുടെ മുന്നിൽ ഇരുന്നിട്ട് അവരൊന്ന് കരഞ്ഞു. വെറുതെ പേടിച്ചിട്ട് കരഞ്ഞിട്ട് ഇറങ്ങിപ്പോ. ഞങ്ങൾ എന്താ ചെയ്തേ? ആ 4 സ്പിരിച്വൽ ലോസ് ഒക്കെ കാണാപ്പടം പഠിച്ചിട്ട് പോയതാ. സോൾവിനസ് ബൈബിളിലെ ആ റോമൻ റോഡ് ടു സാൽവേഷൻ ഒക്കെ പഠിച്ചതാ. അത് രക്ഷയിലേക്ക് നയിക്കാനുള്ള റോമൻസ് റോഡ് ടു സാൽവേഷൻ ഒക്കെ പഠിച്ചിട്ട് പോയതാ. പക്ഷെ അവിടെ കൂടെ കരഞ്ഞിട്ട് ഒന്നും നടക്കടായ എന്റെ ദൈവമേ എന്നും പറഞ്ഞ് വിഷമിച്ചിട്ട് പ്രാർത്ഥിച്ച് കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെയുണ്ട്. അവര് തലേന്ന് സുവിശേഷം പറഞ്ഞ മനുഷ്യൻ ഓടി വരും. അവർ വീട്ടിലോട്ട് വരും. ബാക്കി ഇപ്പൊ കിട്ടും. അയാൾ വന്നിട്ട് ചോദിച്ചു, എനിക്കൊരൊറ്റ കാര്യം അറിയാൻ ഞാൻ വന്നത്. നിങ്ങൾ എന്താ ഇന്നലെ വന്നിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞു വന്നിട്ട് ഒന്നും പറയാതെ പോയത്? അതെന്താ കരഞ്ഞതെന്താ? അവിടെ ഇരുന്നിട്ട് മുന്നിൽ ഇരുന്നിട്ട് അതൊന്നും പറഞ്ഞ് എന്താ സംഭവം? അവരെന്നേരം ശാന്തമായിട്ടിരുന്നിട്ട് സുവിശേഷം പറഞ്ഞു. അതിന്റെ അവസാനം ആ കഠിനനായ മനുഷ്യൻ എന്റെ ഹൃദയം കർത്താവിനെ ഏൽപ്പിച്ചു. ഇതാണ് പാപികളുടെ തീയും മനസ്സ് നിങ്ങളിലേക്ക് മനം തിരിയും. പ്രൈസ് ഗോഡ്. ഇനി പാപം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും എല്ലാ രംഗങ്ങളിലും ഒരുപോലെ വ്യാപിച്ച് ഒരു വലിയ ചുമട് പോലെ നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തെയും നമ്മുടെ ശുശ്രൂഷയെയും നമ്മുടെ ആത്മീയതയെയും നമ്മുടെ ശരീരത്തെയും ഒരുപോലെ പീഡിപ്പിക്കുന്ന ഒരു ശത്രുവാണ് നമ്മുടെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ പാപം നമ്മൾ ആരോടാ ചെയ്ത്? 4-ാമത്തെ വാക്യം, 51-ാം സംഖ്യ 4-ാമത്തെ വാക്യം. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. സത്യമാണോ അത് ദാവീദ് പറഞ്ഞത്? ശരിയാണോ? അതിന്റെ ആരംഭത്തിലെ ശീർഷകം എങ്ങനെയാ പറയുന്നത്? അതിന്റെ തലക്കെട്ട് എങ്ങനെയാ പറയുന്നത്? ദാവീദ് ചെയ്ത പാപം. ദാവീദ് ചെയ്ത പാപത്തെ കുറിച്ച് എന്താ പാപം ചെയ്തേ? ബത്ശേബയെ ഭാര്യയാക്കാൻ അവൻ തെറ്റ് ചെയ്തു. ഊരിയാവിനെ ചതിവിൽ കൊന്നു. പക്ഷെ പറയാണ്,
നിന്നോട് നിന്നോട് തന്നെയാണ് എന്ത് ചെയ്തേ? നിനക്ക് അനിഷ്ടമായുള്ളതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഏത് പാപം നാം ചെയ്താലും the ultimate offender is God. Ultimately, അത്യന്തികമായി ആരുടെ പാപം ചെയ്യുന്നേ? ദൈവത്തോട്. ബാത്ശേബ അവളോട് പാപം ചെയ്തത് ശരിയാണ്. പക്ഷെ ബാത്ശേബ കുറെ കാലം കഴിയുമ്പോൾ ഊരിയാവിനെയും മറന്നു. ഒരു രാജാവിന്റെ ഭാര്യയായുള്ളൂ. ഒരു കൊച്ചുണ്ടായി. രാജ്യത്വം അവൾക്ക് കിട്ടി, അവളുടെ മകന് കിട്ടി. ബാത്ശേബ ആ പാപം അങ്ങ് മറക്കും അല്ലേ? ഊരിയാവിനെ ഓർക്കാനും പോകുന്നില്ല. ഊരിയാവ് മരിച്ച് മണ്ണടിഞ്ഞു. പക്ഷേ ചിലപ്പോൾ നാം ഒരു തെറ്റ് ചെയ്തെന്ന് വരാം. ഞാൻ ഇവിടെ ഇരിക്കുന്ന സഹോദരനോട് തെറ്റ് ചെയ്തു, ആ സഹോദരനെ ദുഃഖിപ്പിച്ചു, ആ സഹോദരൻ ചെയ്തതേ പറഞ്ഞു ചെയ്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ കൂട്ടാവും. പക്ഷേ ആ സഹോദരൻ ആ പാപം എന്നോട് ഓർക്കണമെന്നില്ല. പക്ഷെ ദൈവത്തിന്റെ പുസ്തകത്തിൽ പ്രൈസ് ഗോഡ് നിരപ്പ് പ്രാപിക്കണം സഹോദരന്മാരായിട്ട്. പക്ഷേ ഒരു പുസ്തകത്തിലുണ്ട്, എഴുതിയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് വാർപ്പ് പറയണം. നാം ചിന്തിക്കുന്ന നിമിഷത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുക. സംഗീതത്തിൽ പറയാം, ഞാൻ നിന്നോട് തന്നെ എന്ത് ചെയ്തു? പാപം ചെയ്തു. ഷെറിൻ എന്നോട് പാപം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പക്ഷെ പ്രായത്തിന്റെ മിടുക്കുകൊണ്ടോ അല്ലെങ്കിൽ എന്റെ കഴിവ് കൊണ്ടോ ഷെറിനെ കൊണ്ട് എനിക്ക് എന്നോട് ക്ഷമ പറയിപ്പിക്കാൻ എനിക്ക് വേണമെങ്കിൽ ദൈവത്തിനെടുക്കാൻ നമ്മുടെ എല്ലാം ചിന്ത the time cures heals ന്നാ. കുറെ കാലം കഴിയുന്നതൊക്കെ അങ്ങ് മാറിക്കൊള്ളുന്ന അല്ലേ? 2-3 കർത്തൃമേശ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതൊക്കെ പൊക്കോളുന്ന. എന്തെങ്കിലും സഭയെ പറഞ്ഞിട്ട് പന്തക്കോസ്തുകാരുടെ സൂത്രം എന്ന് പറയുന്നത് 2-3 കർത്തൃമേശ അങ്ങ് ഒഴിവാക്കുക, അന്ന് ഡ്യൂട്ടി എടുക്കുക. അപ്പൊ ഇതെല്ലാരും മറക്കുമല്ലോ. 4ാമത്തിന് കയറിയിരിക്കുക. ഇല്ല, നിന്നോട് ഞാൻ പാപം ചെയ്തെന്ന വചനം പറയുന്നേ. ദൈവസന്നിധി ചെന്ന് വേണം ചോദിക്കാൻ. ഷെറിനോട് ചോദിക്കാം, ക്ഷമിക്കണേ സഹോദരാന്ന്. ഈ സഹോദരൻ ചോദിക്കാം, ജോബിനോട് ചോദിക്കാം, എല്ലാം ചെയ്യാം. ദൈവത്തോട് ചോദിക്കാം, ഇതൊന്നും തീരുകയില്ലെന്നാ. നിന്നോട് ഞാൻ എന്ത് ചെയ്തു? പാപം ചെയ്തു. ഞാൻ ഇത്രയും സമയം പാപത്തെ കുറിച്ചാ പറഞ്ഞേ. പക്ഷെ ദൈവത്തിന്റെ വചനം പറയാ, ഈ പാപം കൊണ്ടൊന്നും നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല. പക്ഷെ പാപത്തെ കുറിച്ചൊരു ബോധം വേണം. പക്ഷെ ബോധം വരുന്നവർക്ക് ദൈവം ഒരു പ്രതിവിധി വെച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് ഫോർഗീവ്നെസ്. നമ്മൾ ദൈവസന്നിധിയിൽ വരുന്ന അവസരത്തിൽ ദൈവം പറയാ, നമ്മുടെ പാപം കൊണ്ട് എന്ത് ചെയ്യണ്ട. വിശേഷപ്പെടുത്തി പറയാം, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായാലും ഞാനത് ഹിമം പോലെ വെളുപ്പിക്കാന്ന് പറഞ്ഞേ. കർത്താവ് പറയുന്നത്, ദൈവജനം പറയുന്നത്, നിങ്ങളുടെ പാപങ്ങൾ വളരെ കടും ചുവപ്പാണെങ്കിൽ അത് ഡ്രൈ ക്ലീനിങ്ങിൽ കൊടുത്തിട്ട് വന്നാൽ മതി എന്നല്ല. അത് കഴുകുന്ന കാര്യം ഞാനായിട്ടെന്നാ പറയുന്നേ. ഇതൊരു സുന്ദരമായ ആഹ്വാനം, അത് അല്ലേ? ഇതൊരു സുന്ദരമായ ആഹ്വാനം. എത്ര കടും ചുവപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കണം പറഞ്ഞു. കർത്താവ് പറഞ്ഞ ആ കഴുകിൽ ഞാൻ ചെയ്തോളാന്നാ പറഞ്ഞത്. ഈ ഒരു വാഷ് ഞാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഞാൻ എത്ര കഴുകാൻ പ്രത്യേകിച്ച്. അതുകൊണ്ടാണ് ഇതിന്റെ അടിസ്ഥാനം എന്താ? വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ഫോർഗിവ്നെസ്? ക്ഷമിക്കുന്നതിന്റെ പാപക്ഷമയുടെ അടിസ്ഥാനം എന്താ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞ പോലെ 3 കാര്യങ്ങളിലാണ്. ഒന്ന്, ദ നേച്ചർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പ്രകൃതി. പിന്നെ ദൈവത്തിന്റെ വാഗ്ദാനം. മൂന്നാമത് ദൈവത്തിന്റെ നീതി. ഒന്ന് വായിച്ചേ, പുറപ്പാട് പുസ്തകം 103-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം ആദ്യം വായിച്ചു. 103:3. കർത്താവിനെ കുറിച്ച് പറയുന്ന, ദൈവത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യം അവിടെ പറയുന്നേ, അവൻ നിന്റെ അകൃത്യമൊക്കെയും അവിടെ ഒരു ചെറിയ തിരുത്തല് മലയാള വേദപുസ്തകത്തിന് ആവശ്യം. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നവൻ, അവൻ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നവൻ എന്ന ശരിയായതാ പരിഭാഷ. അവൻ നിന്റെ അകൃത്യം, അവൻ ആരാ? അവൻ നിന്റെ അകൃത്യമൊക്കെയും, അത് പാർട്ടിസിപ്പിൾസാ. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നവനാണ്. അങ്ങനെ അവനെ വിശദീകരിക്കുക, ദൈവത്തെ വിശദീകരിക്കുക അവിടെ, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുക, വിശദീകരിക്കുക. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നവനാണ്,
അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നവനാണ്. ഒരിക്കൽ ഈ പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. അവിടെ മോശയ്ക്ക് ദൈവം തന്നെ ദർശനം കൊടുക്കുകയാണ്. ഒരു കടന്നു പോകുന്ന അവസ്ഥയാണ് അവിടെ. ആ കടന്നുപോകൽ അവൻ കാണിക്കുന്നത് യഹോവ തന്നെ മുമ്പാകെ കടന്നു ഘോഷിച്ചതെന്നാൽ യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളവൻ. അടുത്ത് ദയപാലിക്കുന്നവൻ, പാപവും ക്ഷമിക്കുന്നവൻ. ഇതെല്ലാം ദൈവത്തിന്റെ നേച്ചറാണ്. ഇത്രയും പറഞ്ഞെന്താ? ദൈവത്തിന്റെ സ്വഭാവം. ഹൂ ഗോഡ് ഈസ്. ദൈവം ആരാ? ദൈവത്തിന്റെ കണ്ണും മൂക്കും മുഖമൊന്നും ഞാൻ കണ്ടിട്ടില്ല, ശരീരമൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുന്നു, അവൻ 1000-ന് ദയ പാലിക്കുന്നവനാ, അവൻ അകൃത്യവും പാപവും ക്ഷമിക്കുന്നവനാ. ഇതൊരു വാഗ്ദാനമാണ്, ദൈവത്തിന്റെ ഒരു പ്രോമിസാണ്, ദൈവത്തിന്റെ നേച്ചറാണ്. പക്ഷെ ദൈവത്തിന്റെ നീതിയുണ്ട്. ആ നീതി എന്താ? കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മേലും 3-ാമത്തെ തലമുറ വരെയും സന്ദർശിക്കുന്നത്. തിയോളജി എന്ന് ആരും ചിന്തിക്കാൻ പോണിപ്പോ തൽക്കാലം. ഒരു കാര്യം ശരിയാ, തെറ്റ് ചെയ്തവന് ദൈവം വെറുതെ വിടില്ലെന്ന് മാത്രമേ ഉള്ളൂ. തലമുറകളുടെ ശാപം ഒക്കെ എന്ന് പറഞ്ഞ പരിപാടി അവിടെ ഉണ്ട്. അവിടേക്ക് നമ്മൾ കിടക്കണ്ട. ഇത്രയും കേട്ടാൽ മതി. ഇന്നത്തെ ദൂതിനെ കുറ്റമുള്ളവൻ ആരും ചെയ്യുന്നില്ല, എന്ത് ചെയ്യാൻ പോകുന്നില്ല, ദൈവം വെറുതെ വിടുകയല്ല. ദൈവത്തിന്റെ നീതിയാണ്. അതേ സമയത്ത് ത്രാസിന്റെ മറ്റേ തട്ടിൽ നിൽക്കുന്നത് എന്താ? അവന്റെ ദയ. 1000-ന് ദയ പാലിക്കുന്ന, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. പ്രൈസ് ഗോഡ്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പാപക്ഷമ വിശ്വസിക്കുന്നവർക്ക് ഇപ്പൊ പ്രാപിക്കാം. ഞാനൊരു സഹോദരനുമായിട്ട് സംസാരിക്കുമായിരുന്നു ഒരു ദിവസം. ഞാൻ എന്റെ പാപം ദൈവം ക്ഷമിച്ചോ ഇല്ലെന്നുള്ളത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അറിയത്തുള്ളൂ. ആ മതങ്ങളനുസരിച്ച്, ആ മതത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അറിയത്തുള്ളൂ ഞാൻ എന്റെ പാപം ക്ഷമിച്ചോ ഇല്ലെന്നുള്ളത്. കർത്താവ് പറയുന്നതെന്ന് അറിയാമോ? അല്ലല്ല, ഇപ്പോഴേ ക്ഷമിച്ചിരിക്കുക. You can start living a forgiven life now. പാപക്ഷമ സ്വീകരിച്ചതായ, അനുഭവിച്ചതായ ഒരു ജീവിതം ഇപ്പോഴേ ജീവിക്കാം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വന്നേ. അതിന്റെ 10ഉം 12ഉം വാക്യങ്ങളിൽ നാം കാണുന്ന ഒരു സത്യം ഇതാണ്. അവിടെ പരീശന്മാരും ശാസ്ത്രിമാരെല്ലാം കൂടി കർത്താവിനൊരു തട്ടിക്കറാഞ്ഞു. പാപങ്ങളെ മോചിക്കുന്നവനാരാ? പക്ഷേ ഒരു വാക്യ പ്രയോഗം ശ്രദ്ധിക്കണേ. പക്ഷേ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. എവിടെ വെച്ചാ കർത്താവ് പാപം ക്ഷമിക്കുന്നേ? ഇവിടെ വെച്ച് ക്ഷമിച്ചിരിക്കുക. പ്രൈസ് ഗോഡ്. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ക്ഷമിച്ചൊന്നുമല്ല. ഓരോ പാപങ്ങൾ ഏറ്റു പറയുന്ന അവസരത്തിൽ അവൻ ആരാണ്? അവൻ മനസ്സലിയുള്ളവനാ, അവൻ ദയയുള്ളവനാ. നമ്മുടെ പാപങ്ങൾ നിമിത്തം അവന്റെ ഭാരത്തിൽ നാം കിടന്ന് ഞെരുങ്ങുന്ന അവസരത്തിൽ, ഞെരുവിളി കൊള്ളുന്ന അവസരത്തിൽ കർത്താവ് പറയുകയാണ്, നിനക്ക് ഇപ്പോൾ ഞാൻ സ്വാതന്ത്ര്യം തരുന്നു. പ്രൈസ് ഗോഡ്. അതാ നാം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത. പ്രൈസ് ഗോഡ്. ഈ പാപം അടുത്തത് 2, 3, 4-ാമത്തെ പോയിന്റ്. എങ്ങനെയാ ദൈവം ഈ പാപത്തെ ക്ഷമിക്കുന്നത്? ഇതിന് 2 വശമുണ്ട്. ഒന്ന് ദൈവത്തിന്റെ വശത്തുനിന്നും മനുഷ്യന്റെ വശത്തുനിന്നും. മനുഷ്യന്റെ വശത്ത് 32-ാമത്തെ സംഘം നേരത്തെ കണ്ടു. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ എന്ത് ചെയ്തു? എന്റെ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. പക്ഷേ 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഞാൻ എന്റെ പാപം എന്ത് ചെയ്തു? ഞാൻ മിണ്ടാതെ നടക്കുമായിരുന്നു. ഞാനിങ്ങനെ ഒതുക്കി ഒരു 10-15 നടക്കുമായിരുന്നു എന്ന് വെച്ചോണ്ട്. പക്ഷേ എനിക്ക് വയ്യ, അസ്ഥികളോ മജ്ജയോ ഒക്കെ വറ്റിപ്പോവുക. രക്ഷയുടെ സന്തോഷം പോയി. എത്ര സിനിമയ്ക്ക് പോയിട്ടും സന്തോഷവും ഇല്ല, ഉല്ലാസവും ഇല്ല. എത്ര കാമിങ് മ്യൂസിക് കേട്ടിട്ടും ഒരു വിടുതലില്ല. ഇതെല്ലാം ട്രൈ ചെയ്തു. പക്ഷെ ഞാൻ എൻ്റെ പാപം എന്നോട് അറിയിച്ചു. എൻ്റെ അകൃത്യം എന്ത് ചെയ്തില്ല? മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ ഞാൻ യഹോവയോട് ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം.
മനുഷ്യന്റെ സൈഡിൽ നിന്ന് അതാ വേണ്ടേ. കോൾ എ സ്പെയ്ഡ് എ സ്പെയ്ഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. കോൾ എ സ്പെയ്ഡ് എ സ്പെയ്ഡ്. എനിക്ക് വല്ലവർക്കും അറിയാൻ അർത്ഥം എന്താണ്? അതായത് ഇതൊരു റിമോട്ട് ആണെങ്കിൽ ഇതിന് റിമോട്ട് എന്ന് വിളിക്കണം. ഇതൊരു വെള്ളക്കുപ്പിയാണെങ്കിൽ ഇതിന് വെള്ളക്കുപ്പി എന്ന് വിളിക്കണം. പക്ഷെ സത്യത്തിൽ നമ്മൾ പലപ്പോഴും വേറെന്നാ വിളിക്കുന്നത്. നമ്മുടെ പാപത്തെ പാപം എന്ന് വിളിക്കാനുള്ളതായ മനസ്സിൽ നമുക്കിത് പലപ്പോഴും കൈപ്പഴ പറ്റിപ്പോയി, ഒരു ബലഹീനത പറ്റിപ്പോയി. ഇന്നല്ലാതെ അകൃത്യം, ലംഘനം, പാപം, ഞാൻ പ്രതീക്ഷിക്കത്ത് ഉയർന്നില്ല, ഞാൻ ചെയ്യരുതാത്തത് ചെയ്തു, പോകേണ്ടാത്തത് ലംഘിച്ചു, ഞാൻ അതിൽ കടന്നു എന്ന് സമ്മതിക്കുന്ന അവസരത്തിൽ മാത്രമേ, അതാണ് മനുഷ്യനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. പ്രൈസ് ഗോഡ്. നാം ഈ ഉപവാസത്തിൽ പ്രാർത്ഥനയിലിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ എല്ലാം വേണ്ടത് ഇതാ. ഏതാ വേണ്ടേ? ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാൻ. നമുക്കെല്ലാം വേണ്ടത് ഒരു 3D സൗണ്ട് ഈക്കോ എടുക്കണേ. നമുക്കിപ്പോ ഈ ഞാനടക്കം പക്ഷെ മറഞ്ഞിരിക്കുന്നതായ പാപങ്ങൾ, ദൈവത്തിന് പ്രസാദമല്ലാത്ത ചരക്കൊക്കെ ആയി കാണും. അതിൽ കൊലപാതകമാകണമെന്നില്ല, അതിൽ വ്യഭിചാരക്രിയ ആകണമെന്നില്ല, അതിൽ കുറഞ്ഞ എല്ലാം കൊണ്ട് ദൈവത്തെ ദുഃഖിപ്പിക്കാനായിട്ട്. പക്ഷെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന അവസരത്തിൽ ദൈവത്തിന്റെ സൈഡിൽ നിന്ന് ദൈവം മൂവ് ചെയ്യാൻ. ദൈവം എങ്ങനെയാ മൂവ് ചെയ്യുന്നേ? ദൈവത്തിന്റെ ആദ്യത്തെ മൂവ് എന്ന് പറഞ്ഞാൽ ഒരു തറോ വർക്ക് ചെയ്യും. കംപ്ലീറ്റ് വർക്ക്, തറോ, ഇനി ഒന്നും ശേഷിപ്പിക്കാത്ത വിധത്തിൽ ഇങ്ങനെ ദൈവസന്നിധിയിൽ വരുന്നതായ ഒരു മനുഷ്യനെ എന്ത് ചെയ്യുന്നു? ദൈവം ശുദ്ധീകരിക്കും. ഞാൻ 3 പദങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ആ 3 പദങ്ങളെ കുറിച്ച് അകൃത്യം, ലംഘനം, പിന്നെ പാപം. അതിനോട് ചേർന്ന് തന്നെ ദാവീദ് അവിടെ പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ഇതിന് 3 എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നാ പറയുന്നേ. ഒന്നുകൂടെ വായിക്കുന്ന വാക്യങ്ങൾ. എന്റെ ലംഘനങ്ങൾ എന്ത് ചെയ്യണമേ? മായിച്ചു കളയണമേ. എന്ന് വെച്ചാൽ എന്റെ ലംഘനങ്ങളെല്ലാം ഞാൻ എൻ്റെ ഒരു സഹോദരനോടാ ചെയ്തത്. അതിൽ അനുഭവിച്ചത്, അതിന്റെ ചീത്ത വശം അനുഭവിച്ച സഹോദരനാ. പക്ഷെ അത് എഴുതി വെച്ചിരിക്കുന്ന ആരാ? ദൈവം. ഊരിയാവ് മരിച്ചു, ബേത്ശേബയും മറ്റുള്ളവരൊക്കെ കുറച്ചു കാലത്ത് മനസ്സിൽ വെച്ചു. പക്ഷേ കർത്താവേ, നീ അതൊന്ന് തുടച്ച് മായിച്ചു കളയണമേ, കംപ്ലീറ്റ് ഒന്ന് മായിച്ചു കളയണമേ. എന്റെ ലംഘനങ്ങളെ മായിച്ചു കളയണം. കർത്താവ് മുഴുവൻ മായിച്ചു കളയാന്ന് പറഞ്ഞേ. രണ്ടാമത്തെ കാര്യം എന്താ? നന്നായി കഴുകി. നന്നായി കഴുകി. മലയാളത്തിൽ ഒരു പദപ്രയോഗം ഇല്ലാഞ്ഞിട്ടാ അങ്ങനെ ചെയ്തേ. അത് തക്കതായ പദപ്രയോഗം ഇല്ലാഞ്ഞിട്ടാ ആ വാക്യം അവന് നന്നായി കഴുകിയെന്നേ ഉള്ളൂ. പക്ഷെ വെറും കഴുകലല്ല അത്. അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് മലയാളം തർജ്ജമ ചെയ്തവരെ നന്നായി കഴുകിയെന്ന് പറഞ്ഞേ. അവിടെ പറയുന്നത് സത്യത്തിൽ ഒരു തുണി കഴുകുന്നത് പോലെ എന്നെ കഴുകണമെന്നാ. എന്നെ എങ്ങനെ കഴുകണം? ഒരു തുണി കഴുകുന്ന പോലെ. വാഷിംഗ് മെഷീനിലുള്ള കഴുകല ഇപ്പോ, ഡ്രൈ ക്ലീനിങ് അല്ല. അന്ന് കാലത്ത് അവർ വസ്ത്രം അലക്കി എന്ന് വായിക്കുന്നുണ്ട് വേദപുസ്തകത്തിൽ 2 ഇടങ്ങൾ. അവർ വസ്ത്രം അലക്കി. അലക്കണമേ എന്നാ പറയുന്നത്. എന്നെ എന്ത് ചെയ്യണമേ? അലക്കണമേ. മലയാളത്തിൽ അലക്കണമേ എന്ന് വന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ഒരു തുണി എടുത്ത് സോപ്പിലോ എന്തെങ്കിലും മുക്കിയിട്ട് അലക്കും. ഇങ്ങനെയത് കലയിലിട്ട് അടിക്കും. അത് അലക്കുക എന്ന് പറഞ്ഞ കഴുകയല്ല. ഇങ്ങനെ ഞാൻ നന്നായി അലക്കണമേ. പക്ഷേ ദാവീദിന്റെ കാലത്ത് പ്രാചീന ഇസ്രായേലിൽ, പുരാതന ഇസ്രായേലിൽ അടിച്ചല്ല കഴുകുന്നേ, ചവിട്ടിയാ കഴുകുന്നേ. അതായത് തുണി ഈ എന്താ കഴുകാനുള്ള സാധനമെങ്കിൽ പക്ഷെ വെണ്ണീറായിരിക്കും. വെണ്ണീർ നല്ല രേഖില്ല. അതെടുത്ത് മുക്കി ഇവിടെ വെച്ചിട്ട് ചവിട്ടുക. അതിന് പേര് ചവിട്ടുക. ചവിട്ടി 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 അതെന്താവണം? അഴുക്കെല്ലാം പോയി ക്ലീൻ ആകുന്നവരെ. സംഗീതക്കാരൻ പറയാണ്, കർത്താവേ, എന്റെ അകൃത്യം എളുപ്പം പോകുന്ന സാധനമല്ല. അതുകൊണ്ട് കാര്യം ചെയ്യണമേ, ഇതൊന്ന് അലക്കി വെളുപ്പാക്കണമേ. ദൈവം പറയുന്നത് എന്താ? ചെയ്യാ, പാപവും കൊണ്ടുപോകുന്നത്. എന്താണ് നിങ്ങളുടെ വിഷയം? കൊണ്ടുവരിക, നന്നായി ഹിമം പോലെ വെളുപ്പിക്കും. എങ്ങനെ? ഒരു പ്രോസസ് ഉണ്ട്. ഏതാ? ഒരുപാട് ചവിട്ട് പോരേണ്ടി വരും. ദൈവത്തിൽ നിന്ന് ഒരുപാട് അടി കിട്ടേണ്ടി വരും. അവിടെ ചവിട്ടി മെതിച്ച് ക്ലീൻ ആക്കും. പ്രൈസ് ഗോഡ്. നമ്മുടെ ചിന്ത ഇന്ന്
നമ്മുടെ പാപങ്ങളൊക്കെ വാഷിംഗ് മെഷീനിലോട്ട് ഇട്ടിട്ട് സ്റ്റെയിൻ വാഷ് എന്നും പറഞ്ഞ് കുറെ ഡിറ്റർജന്റ് ഒക്കെ ഇട്ടിട്ട് കിടന്ന് ഉറങ്ങിയാൽ കാലം കിടക്കുമ്പോൾ ഇതെന്താവും? സാധനം ഉണങ്ങിയിട്ട് വരും അല്ലേ? ഡ്രയർ കൂടി ഉണ്ടെങ്കിൽ. അല്ലല്ല, ദൈവം ഒരിക്കലും ഡ്രൈ ക്ലീനിങ് വിശ്വസിക്കുന്നില്ല, ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ദൈവം ഒരു തറോ വാഷിങ്ങിനെ വിശ്വസിക്കുന്നുണ്ട്. അടുത്ത് പറയാണ്, നീ എന്നെ നീക്കി എന്നെ എന്ത് ചെയ്യണമേ? വെടിപ്പാക്കണമേ. വെടിപ്പാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേവ്യ പുസ്തകത്തിലൊക്കെ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ വെടിപ്പാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെടിപ്പാക്കി കഴിയുമ്പോൾ, പുരോഹിതന്മാർ വെടിപ്പാക്കി കഴിയുമ്പോൾ അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമായ ഒരു ക്ലെൻലിനെസ്സിലേക്ക്, ഒരു ശുദ്ധീകരണത്തിലേക്ക് എത്തിയിരിക്കും. അതിന്റെ പേരാണ് എന്ത്? വെടിപ്പാക്കണമേ. ദൈവം പറയുകയാണ്, നമ്മുടെ പാപങ്ങളുമായി നാം ദൈവസന്നിധിയിൽ വരുന്ന അവസരത്തിൽ, കർത്താവേ, എന്റെ സന്തോഷമില്ലായ്മയുടെ കാരണം എന്താ? എന്റെ ദുഃഖത്തിന്റെ പ്രശ്നം എന്താ? എനിക്ക് ആത്മീയമായിട്ട് ആരാധിക്കാൻ കഴിയുന്നത് എന്താ? എനിക്ക് മറ്റു സഹോദരന്മാരെ പോലെ സന്തോഷിക്കാൻ കഴിയാത്തതെന്ന് നമ്മൾ കണ്ടുപിടിച്ചെന്താ? ദൈവം പറയും, ഒരു ചെറിയൊരു സാധനം കണ്ടു, കിഡ്നി സ്റ്റോണിനേക്കാളും ചെറിയൊരു സാധനം. അതിന്റെ പേര് അകൃത്യമെന്നാ. ഇങ്ങനെ പിടിച്ച അതിന്റെ പേര് ലംഘനമെന്നാ. ഈ വശം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പേര് പാപമെന്നാ. പക്ഷെ അത് മാറ്റിയേ പറ്റൂ. പക്ഷെ അതിനെ നിങ്ങൾ എൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ അടിച്ചു വെളുപ്പിക്കേണ്ടി വരും. പക്ഷേ എനിക്ക് മാത്രം കൊണ്ടുവന്നാൽ മതി. ചിലപ്പോഴും ചെയ്യണം, കഴുകി എനിക്ക് സ്വീകാര്യമായ ഇത് വെടിപ്പാക്കണമേ. യാഗമൃഗത്തെ വെടിപ്പാക്കി ദൈവസന്നിധിയിൽ സ്വീകാര്യമാക്കുന്നത് പോലെയുള്ള ഒരു പ്രക്രിയയുണ്ട്. വേണ്ടത് 51-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. എനിക്ക് എന്റെ പാപങ്ങളെ മനസ്സിലാക്കാത്തക്ക വിധത്തിലുള്ള ഒരു സുതാര്യത, ഒരു ട്രാൻസ്പാരൻസി കർത്താവേ എനിക്ക് തരണമേ. പ്രൈസ് ഗോഡ്. പിന്നെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാ, എന്ത് ചെയ്യണം? അതിന്റെ 10-11 വാക്യങ്ങളിൽ, നിർമ്മലമായോ ഒരു ഹൃദയം എന്ത് ചെയ്യണമേ? എന്നിൽ സൃഷ്ടിക്കണമേ. ആ ഒരു പദത്തിൽ നിന്നുകൊണ്ട് വേണമെങ്കിൽ ഒരു ദൂതുള്ള സമയം. സൃഷ്ടിക്കണമേ എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ ഈ പദം, ഇതിന്റെ കർത്താവ് ഒരാളെ പാടുള്ളൂ. സൃഷ്ടി എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന് അത് ആർക്കും ചെയ്യാൻ പറ്റുകയില്ല. ആർക്കും ചെയ്യാൻ പറ്റുള്ളൂ? ദൈവത്തിന്. അത് ആ ഭാഷയുടെ പ്രത്യേകതയാണ്, ആ ഭാഷയുടെ സൗന്ദര്യമാണ്. ബാറ എന്ന് പറയുന്നതായ പദം ഒരാൾ മാത്രമേ ചെയ്യത്തുള്ളൂ. വേറെടുത്തും ഈവൻ മോഡേൺ ഹീബ്രുവിലും ഈ പദം വേറെ ഒന്നും ഉപയോഗിക്കാൻ. കാരണം സൃഷ്ടിക്കണമേ എന്നുള്ള ആ പദവി, ദാറ്റ് പ്രിവിലേജ് ആരുടെയാണ്? നാം പലപ്പോഴും പാപത്തെ ദൈവസന്നിധി കൊണ്ടുവരുന്ന അവസരത്തിൽ ദൈവത്തോട് പറയുന്നതെന്ന് അറിയാമോ? ഈ ഹൃദയം ഒന്ന് പോളിഷ് ചെയ്താൽ പോരാ, ഈ ഹൃദയം ഒന്ന് 2 ബ്ലോക്ക് ഒന്ന് മാറ്റി തന്നാ പോരാ. പക്ഷെ ഈ ഹൃദയത്തെ നീ ഒന്ന് പുതുതായി വാർത്തുടച്ച് ഒന്ന് സൃഷ്ടിക്കണമേ. ഇത് ഊരിയാവിനെ കൊണ്ട് പറ്റുകയില്ല. ഊരിയാവ് ക്ഷമിക്കും, ബത്ശേബ മറക്കും. പക്ഷെ ഇനിയും നീ ഇത് ഉടച്ചു വാർത്തില്ലെങ്കിൽ ഞാൻ ഇത് വേറൊരാളോട് ചെയ്യും. അത് മാറണമെങ്കിൽ, എന്നിൽ മറന്നിരിക്കുന്ന പാപം മാറണമെങ്കിൽ എനിക്കെന്ത് വേണം? ദൈവമേ, ഈ ഹൃദയം ഒന്ന് മാറ്റി ഉടച്ച് വേറൊരു നിർമ്മലമായ ഹൃദയം എന്താക്കണം? ആക്കണമേ എന്നാ പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്താ മറന്നിരിക്കുന്നേ? അത് ശോധനയാനുള്ള അവസരമായിരുന്നു. ഈ 21 ദിവസവും നാം പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ദൈവം ഒരുപക്ഷെ നാം നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നേ. നാട്ടിലെ വീടിന്റെ പണി, മക്കളുടെ കോളേജിന്റെ അഡ്മിഷൻ, ജോലിയുടെ സ്ഥിരത, ഗൾഫ് കൺട്രീസിൽ താമസിക്കുന്നതായ സഹോദരന്മാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ദൈവത്തിന് എളുപ്പമാണ്. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെല്ലാം ദൈവം സാധിച്ചു തരും. അതിന് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടിയില്ല. നമ്മളെല്ലാം ചെയ്തിട്ട് പരിഹരിക്കാത്തതുകൊണ്ടല്ലേ നാളെ ജോലി പോകുമെന്ന് പേടിച്ചിരിക്കുന്നേ. നമ്മുടെ കയ്യിലല്ല അത്, പക്ഷെ ഒരാളുടെ കയ്യിലാണ്, ദൈവത്തിന്റെ കയ്യിലാണ്. പക്ഷേ പാപം നമ്മുടെ കയ്യിലാണ്. പാപം എന്ന ശത്രു നമ്മുടെ കയ്യിലാണ്. അവനെ പിടിച്ച് ദൈവസന്നിധി കൊടുത്താൽ മാത്രമേ ഇതെല്ലാം മാറൂ.
പ്രൈസ് ഗോഡ്. അതാ ദൈവം പറയുന്നേ, നിങ്ങളുടെ നമ്മുടെ പാപങ്ങളെ. ഇതൊക്കെ ഒരു പഴയ വിശ്വാസമാണോ? അല്ല. 1 യോഹന്നാൻ 2:2 വാക്യത്തിൽ വായിക്കുന്നു, അവൻ നമ്മുടെ പാപങ്ങൾ. 1:10 വായിച്ച് 1:10. No, if we say we have not sinned, അവനെ അസത്യവാദിയാക്കുന്നു. ആരെ അസത്യവാദിയാക്കുന്നു? പാപം ചെയ്തതല്ല, ദൈവത്തെ. we make him a liar. തെറ്റാ വാക്യം കണ്ടുപിടിച്ചേ. 1 John 1:10 1:10. നാം പാപം ചെയ്തില്ലെന്ന് പറയുന്നുവെങ്കിൽ അവൻ ആരാക്കുന്നു? അസത്യവാക്കുന്നു. അവന്റെ വചനം നമ്മിൽ ഏറ്റു പറയുന്നുവെങ്കിലും അവൻ പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിലെ വാക്യം പിന്നെ അവിടെ വീണ്ടും പ്രതിധ്വനിക്കുകയാണ്. എന്താ അത്? അവൻ കരുണയും ദയയും പാപമുള്ളവൻ, പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ് അവൻ. 2 പ്രോസസ് ഉണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ. ഒന്ന് സാൽവേഷൻ. പുതിയ നിയമത്തിൽ 2 യാഥാർത്ഥ്യങ്ങളുണ്ട്. ഈ 2 യാഥാർത്ഥ്യങ്ങളും സത്യത്തിൽ പഴയ നിയമത്തെ കുട്ടി കൊളുത്തുന്ന 2 യാഥാർത്ഥ്യങ്ങൾ. ഒന്ന്, ക്രിസ്തുയേശുവിലൂടെ നാം അനുഭവിച്ച രക്ഷ. 2, അത് ആരുടെ കാര്യമാണ്? ആരാ ചെയ്യുന്നത്? ദൈവം. നമ്മളാണ് രക്ഷിക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെടുക അല്ലേ? നമ്മൾ രക്ഷിക്കപ്പെടുക. നമ്മൾ ആരെയും രക്ഷിക്കുന്നുമില്ല, കർത്താവ് നമ്മെ രക്ഷിച്ചു. അതാണ് അവിടെ 2-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തെ വായിച്ചു. വേറൊരു കാര്യമുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്നു. പാപത്തോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മുടെ പാപങ്ങളെ ക്രിസ്തു നിമിത്തം മോചിച്ചു തന്നിരിക്കുന്നു. 2, അങ്ങനെ മോചിക്കപ്പെട്ടവർ വിശുദ്ധീകരിക്കപ്പെടുന്നു. അത് അവരുടെ ശ്രമം. തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചു. 1 Thessalonians chapter 4:3. ഓക്കെ, നിങ്ങളുടെ ശുദ്ധി എന്നല്ല അവിടെ പറയുന്നത്, ശ്രദ്ധിക്കണം. ഇറ്റ് ഈസ് നോട്ട് യുവർ ശുദ്ധി, സാങ്ക്ടിറ്റി, ഹോളിനെസ് എന്നല്ല പറയുന്നത്, യുവർ സാങ്ക്ടിഫിക്കേഷൻ. സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാ ദിവസവും എല്ലാ നിമിഷവും നടക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന്റെ ഹിതമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എന്നിട്ട് പറയാം, ദുർനടപ്പ് വിട്ട് ഒഴിഞ്ഞോണം. ശുദ്ധീകരണത്തിന്റെ കാര്യം പറഞ്ഞേ. ദുർനടപ്പ് അവിടുത്തെ വിഷയമെങ്കിൽ മറ്റെല്ലാ വിധത്തിലുള്ള ഇതുകൊണ്ട് ഏത് വിധത്തിലുള്ള പാപങ്ങളുണ്ടെങ്കിൽ നാം അത് വിട്ട് ഒഴിയും. ഇതൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമാണ്, കേൾക്കാൻ എളുപ്പം. പക്ഷേ ദൈവത്തിന്റെ കൃപയില്ലാതെ ഇത് ഒന്നും സാധിക്കില്ല. അവന്റെ ഒരു വാഗ്ദത്തമുണ്ട്. അവൻ 1000 എന്ത് ചെയ്യുന്നു? ദയവായി. അവൻ ആ ഒരു വാഗ്ദാനം തന്നില്ലായിരുന്നെങ്കിൽ, അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു എന്നുള്ളതായ ആ വാഗ്ദാനം അവൻ തന്നില്ലെങ്കിൽ ഇത്രയും പ്രസംഗിച്ചെന്ന് ഒരു കാര്യമില്ല. ഇത്രയും പ്രസംഗിച്ചെല്ലാം വളർത്തി പോയി. പക്ഷെ അത് നിലനിൽക്കുന്നത് ഒരു കാര്യത്തില്ല, ദൈവത്തിന്റെ സ്നേഹം, അവന്റെ വിട്ടുമാറാത്ത ദയ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ വാഗ്ദാനം അവിടെ നിലനിൽക്കുന്ന അവസരത്തിൽ നമ്മൾ ചെല്ലണം ദൈവസന്നിധിയിലേക്ക്. എന്നിട്ട് പറഞ്ഞ, കർത്താവേ, എന്റെ പ്രശ്നം ഇതൊന്നുമല്ല. എന്നും രാവിലെ എഴുന്നേൽക്കുന്ന അവസരത്തിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് ബുദ്ധിമുട്ടാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കണം, നമ്മൾ മനസ്സിന്റെ ഏറ്റവും മേൽത്തട്ടെന്നാ പ്രാർത്ഥിക്കുന്നത്. മേൽത്തട്ടിൽ എന്താ ഇരിക്കുന്നേ? വീടിനെ കുറിച്ചുള്ള ചിന്തകള്, മനസ്സിനെ കുറിച്ച്, മക്കളെ കുറിച്ചുള്ള ഭാരങ്ങള്, നമ്മുടെ ജോലിയെ കുറിച്ചുള്ള ഭയങ്ങള്, ഇതൊക്കെ മനസ്സിന്റെ ഇവിടെ കിടക്കുന്നേ. പക്ഷെ ഒരു ദൈവമകനോ മകളോ ആണെങ്കിൽ അതെല്ലാം വിട്ടിട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് എന്റെ ഹൃദയത്തിന്റെ ഇവിടെ കിടക്കുന്ന ഒരുപാട് കാര്യമുണ്ട്. കർത്താവ്, ഇന്ന് നീ എന്ത് ചെയ്യണം? എന്റെ ഹൃദയത്തെ ശോധന ചെയ്യുമേ. സെർച്ച് മീ ഓ ഗോഡ്. കർത്താവേ, എന്നെ ശോധന ചെയ്യുന്ന എന്റെ വഴികളെ അറിയണമേ. ദുഃഖത്തിനുള്ളതായ വ്യസനത്തിനുള്ള മാർഗം ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നടത്തണമേ.
നമ്മുടെ ശ്രമമുണ്ട്, ദൈവത്തിന്റെ കൃപയുണ്ട്. രാത്രി കിടക്കാൻ പോകുന്ന നേരത്ത് ഒരു കാര്യം കൂടെ ചിന്തിച്ചിട്ട് വേണം കിടക്കാൻ. ഇന്ന് കർത്താവേ, ഞാൻ നിനക്ക് പ്രസാദകരമായി ജീവിച്ചു. ഇല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പറയണം, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. വീണ്ടും പിറ്റേ ദിവസം വീണ്ടും കൃപ പ്രാപിക്കുക. കർത്താവേ കൃപ തരണമേ. ഇന്നലെ എന്നെ തോൽപ്പിച്ചതായ പാപങ്ങളെ അതിജീവിക്കാൻ എനിക്ക് കൃപ വേണമേ. ഒരുപക്ഷെ വൈകിട്ട് തീർച്ചയായിട്ടും 100 മാർക്ക് പിന്നെയും കിട്ടുകയില്ലായിരിക്കും. പക്ഷെ മനസ്സ് മടുക്കാതെ പിന്നെയും പ്രാർത്ഥിക്കുക, കർത്താവേ ക്ഷമിക്കണമേ, നാളെ ഇതിൽ നന്നായി ജീവിക്കാൻ എനിക്ക് കൃപ തരണമേ. ഈ ജീവിതത്തിന്റെ പേരാണ് വിശുദ്ധീകരണം. പ്രൈസ് ഗോഡ്. ഇത്തരം ഒരു ജീവിതത്തിന്റെ കാര്യമാണ്, അതിന്റെ പേരാണെന്ത്? നമ്മുടെ വിശുദ്ധീകരണം. നമ്മൾ ഈ ജഡ ശരീരത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഒരു പക്ഷേ നമ്മുടെ ഭാരം പലതുണ്ടായിരിക്കാം. പക്ഷെ അതിൻ്റെ അടിയിൽ കിടക്കുന്നത് ദ്രവ്യാഗ്രഹമായിരിക്കും. നമുക്ക് ആരോഗ്യ പ്രശ്നം കാണാം. ഒരു പക്ഷെ അതിൻ്റെ അടിയിൽ കിടക്കുന്നത് ജീവിതത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്തതായ ഭാവമായിരിക്കും. നമുക്കൊരു പക്ഷേ ഒരുപാട് ചിന്തകൾ കാണാം, ആശങ്കകൾ കാണാം. ഒരു പക്ഷെ അതിൻ്റെ അടി പരിശോധിച്ച് വരുന്ന അവസ്ഥയിൽ അറിയാം അതിൻ്റെ അടിയിൽ കിടക്കുന്നത് ഒരിക്കലും തൃപ്തിയില്ലാത്ത, കണ്ടന്റ്മെന്റ് ഇല്ലാത്ത, തൃപ്തമല്ലാത്ത ഒരു ജീവിതമായിരിക്കാം. ഇതെല്ലാം ദൈവസന്നിധിയിൽ ഒരുങ്ങാനായിട്ട് ഏൽപ്പിക്കുന്ന അവസരത്തിൽ, ഒരുങ്ങി കഴിയുന്ന അവസരത്തിൽ നമുക്കറിയാം ദൈവം താൻ ചെയ്യേണ്ടത് ചെയ്യും. നാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. 21-ാം ദിവസം അവസാനിക്കുന്നതിന് മുമ്പേ ഈ സഭയിലെ എല്ലാവരും ഇവിടെ വന്ന് പ്രസംഗിച്ച എന്നെ പോലുള്ളതായ ദേവദാസന്മാരും ഒരു പുതിയ നിലയിലേക്ക്, ഒരു പുതിയ അളവിലേക്ക്, ഒരു പുതിയ അവസ്ഥയിലേക്ക് ആത്മീയമായി വരാൻ കഴിഞ്ഞാൽ സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനായി ദൈവം പ്രസാദിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? കൈയ്യോടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ്